ഓക്കെ ഓക്കെ ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൗ ടു ഗെറ്റ് മെന്റേർഡ് എന്നാണ് ഈ വീഡിയോന്റെ ചർച്ചാ വിഷയം. അപ്പൊ മെന്റർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഐ ബിലീവ് ദാറ്റ് ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് 25 years. ഇനി അത് മോസ്റ്റ്ലി ടെക്നിക്കൽ മാറ്റേഴ്സ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തേക്കണേ. But I have actually able to mentor people who are outside software engineering as well. പക്ഷേ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒരു 80% സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലാണ്. ബട്ട് ഐ ഹാവ് ഗോട്ട് എക്സ്പോഷർ ഇൻ അതർ ഏരിയാസ് ആസ് വെൽ. ഈ എസ്പെഷ്യലി ക്രോസ് സ്കില്ലിങ്ങിൽ ഐ ഹാവ് ബീൻ ഏബിൾ ടു മെന്റർ ലോട്ട് ഓഫ് പീപ്പിൾ. ടു കം ടു ദ IT ആസ് വെൽ ആസ് പ്രോഗ്രാമിങ്ങിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റാണ്ടാകുമ്പോൾ ബിസിനസ് അനാലിസിസ്, ഓട്ടോമേഷൻ ടെസ്റ്റിങ്, അങ്ങനത്തെ കാര്യത്തിലോട്ടൊക്കെ ആൾക്കാരെ മെന്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഡിസ്കഷനിൽ നടന്ന ഡിസ്കഷന്റെ പശ്ചാത്തലത്തിലാണ് ഈ സെഷൻ ഉണ്ടായത്. ആ ഡിസ്കഷന്റെ പശ്ചാത്തലം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇറ്റ്സ് നോട്ട് എ മെസ്സേജ് ടു എനി ഓഫ് ദ പീപ്പിൾ, ബട്ട് ഐ തോട്ട് ദർ ഇസ് നെസസിറ്റി ഫോർ ടു പ്രസന്റ് എ മോഡൽ for mentoring, okay, based on എന്താ പറയാ current contemporary wisdom, ancient wisdom of India and the pragmatics. Okay, അപ്പോൾ ലൈഫിന്റെ ഏറ്റവും വലിയ പാരഡോക്സ് എന്താന്ന് വെച്ചാൽ everything is random in this world. Okay, at least there is something called ഒരു എന്താ പറയാ ഔട്ട്കം ലെവലിലുള്ള ഒരു റാൻഡംനെസ് എന്തായാലും ഉണ്ട്. പിന്നെ ഫ്രീ വിൽ അങ്ങനത്തെ ടോപ്പിക് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതായത് തിങ്സ് ഡു നോട്ട് ഹാവ് എ സ്പെസിഫിക് ഓർഡർ എന്നുള്ള ലെവലിലാണ് ഇവിടെ എന്താ പറയുക ഡെപിക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ വി റിക്വയർ എ സിങ്ക്രോണസ് ലൈഫ്. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ ഞാൻ കൊളൈക്കൽ ഭാഷയിൽ നമ്മുടെ കോക്ലി അടിച്ചു പോകും ബൈ ഡൂയിങ് തിങ്സ് വിച്ച് ആർ ആക്ച്വലി നോട്ട് കണക്റ്റഡ്. പക്ഷെ ദർ ആർ ബെറ്റർ വേസ് ടു ആക്ച്വലി ഹാൻഡിൽ ദിസ്. ബട്ട് ഇതൊരു എല്ലാ ഇൻഡിവിജ്വലും ആധുനിക ഇൻഫർമേഷൻ സെൻട്രിക് വേൾഡിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് റാൻഡംനെസ് ഡ്രൈവ്സ് ദ വേൾഡ്. ഈവൺ ഇൻ ഭഗവത്ഗീത ഭഗവാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനേ പറ്റുള്ളൂ. ആക്ഷന്റെ റിസൾട്ട് എന്താ പറയാന്ന് വെച്ചാൽ ഈവൻ ഹി കനോട്ട് ആക്ച്വലി പ്രിഡിക്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പോ എന്താ പറയാ അത് ദൈവത്തിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് അർപ്പിച്ച് നിഷ്കാമകർമ്മം ചെയ്യാനാണ് ഭഗവത്ഗീത പോലും പറയുന്നത്. ഓക്കെ, സോ ഈവൻ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഗോഡ് കനോട്ട് ആക്ച്വലി ഫോർസീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ പക്ഷേ ഇൻഡിവിജ്വൽസിന് ഒരു ക്ലിയർ പാത്ത് ആവശ്യമുണ്ട് തന്നെ. അതൊരു സൈക്കോളജിക്കൽ നീഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ബുക്ക് കണ്ടിട്ടുണ്ട്, അതിന്റെ കണ്ടന്റ് എനിക്ക് ഓർമ്മയൊന്നുമില്ല. സിങ്ക്രോണിസിറ്റി ആൻഡ് അക്കാഷ്വൽ പ്രിൻസിപ്പിൾ, കോൾ ഗുസ്താവ് ആണ് എഴുതിയേക്കണേ. പുള്ളി ഒരു എന്താ പറയാ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി, പ്രത്യേകിച്ച് യോഗസൂത്രയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഐ അസ്യൂം ദാറ്റ് ഓക്കെ ഹീസ് ഡീലിംഗ് വിത്ത് വാട്ട് ഐ ആം ടെലിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് സർവൈവ് ചെയ്യണം. അതാണ് ബിഗസ്റ്റ് ഇത് തന്നെ. ഇപ്പൊ സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജിക്കൽ സർവൈവൽ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ദ ബീയിങ് ഡസന്റ് എക്സിസ്റ്റ് then what is the point in other kinds of survival? ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു ചരിത്ര പുരുഷനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ഫോട്ടോയിൽ നമുക്ക് വേണമെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കാം. പക്ഷേ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ലിവിങ് പീപ്പിൾ. അപ്പൊ ഒരു കൾച്ചറൽ ലെവലിൽ, അതായത് നമ്മൾ തുടർന്നു പോകുന്ന ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇഫ് യു go to a different country, perhaps you might not actually follow some of them. കാരണം in order to adjust to the foreign society we are in. അപ്പോൾ ഒരു കൾച്ചറൽ ലെവലിൽ, പിന്നെ സോഷ്യൽ ലെവലിൽ, man is a social animal, then he should be able to interact with people around. Okay, പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ സർവേയിലാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ട് കൈൻഡ് ഓഫ് എ ഗവൺമെന്റ് യു ലൈക്ക്, എന്തായിരിക്കണം ഗവൺമെന്റിന്റെ പോളിസി, അതൊക്കെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഒരു പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് മാത്രമല്ല പറയുന്നത്. ഓക്കെ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം. ഓക്കെ, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഈ SDPI ബാൻ ചെയ്തത് ശരിയാണോ എന്ന് ഒരു ശരാശരി മുസ്ലിമോ ഒരു സെക്കുലർ വാദിയോ ചോദിച്ചു കഴിഞ്ഞാൽ ബാൻ ചെയ്തിട്ടില്ല. അതിനെ കുറിച്ചിട്ടുള്ള അതാണ് പൊളിറ്റിക്കൽ ലെവലില്. പിന്നെ എക്കണോമിക് ലെവലില്, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അപ്പൊ വി ഷുഡ് ബി ഏബിൾ ടു ഏൺ. അപ്പൊ നമുക്ക് വി ഷുഡ് ഫ്യൂച്ചർ പ്രൂഫ് അവർ കരിയർ ഓർ ബിസിനസ് ഓർ വാട്ട് എവർ ആക്ടിവിറ്റി വി ആർ ഇൻ.
പിന്നെ സൈക്കോളജിക്കൽ. അപ്പൊ സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താ കാര്യം, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മനഃശാസ്ത്രപരമായിട്ട്, അതായത് സൈക്കി, പെർസോണ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഈ ഫിസിയോളജിക്കൽ സർവൈവലിനേക്കാളും അയാൾ സൈക്കോളജിക്കൽ സർവൈവലിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഒരു സ്റ്റോക്കാസ്റ്റിക് വേൾഡ്, റാൻഡംനെസ് നിറഞ്ഞൊരു വേൾഡിൽ എങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സൈക്കോളജിക്കൽ ലൈഫ് നയിക്കാം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ബൈ നേച്ചർ പീപ്പിൾ ആർ സിങ്ക്രണസ്, ബട്ട് ദേ ആർ ആക്ച്വലി ത്രോൺ ഇൻ ടു എൻ അസിങ്ക്രണസ് വേൾഡ്. അപ്പൊ പൂൾ ദ വിസ്ഡം അറൗണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവരുടെ അടുത്തും നാട്ടുകാരോടൊപ്പം അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇപ്പൊ ഞാനൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ, എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഹാവ് ഹാഡ് ഗുഡ് മെന്റേഴ്സ്. ഓക്കെ, വെൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ, പെർഹാപ്സ് ഇപ്പൊ എന്താ പറയാ, എൻ്റെ ഫാദറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ പേര് JD കമ്മത്ത് എന്നാണ്. അപ്പൊ പുള്ളിനെ വിളിക്കുന്നത് JDK എന്നാണ്, ജാവ ഡെവലപ്മെന്റ് കിറ്റ് അല്ല, JD കമ്മത്ത്. അപ്പൊ പുള്ളി ആലുവ മുനിസിപ്പൽ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ റൈറ്റ് ഫ്രം വെൻ ഐ വാസ് യങ് പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബുക്സ് വായിക്കുക. അപ്പൊ ജേക്കബ് ബ്രോണോസ്കി, അങ്ങനത്തെ ബട്ടർ ബസ്സിൽ പുള്ളിയല്ല ഇൻട്രൊഡ്യൂസ്, ജേക്കബ് ബ്രോണോസ്കിയുടെ വർക്കൊക്കെ പുള്ളിയാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേമാതിരി കാൾ സാഗൻ, അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ ചെറുപ്പത്തിലെ പുള്ളി പറഞ്ഞു തരുമായിരുന്നു. സോ ദാറ്റ് ഹസ് ഷേപ്ഡ് മീ. ഓക്കെ, സോ ഐ ആം ആക്ച്വലി പാസിംഗ് ഇറ്റ് ഓൺ ടു ദി അതേഴ്സ്. അപ്പൊ അതാണ് ചെയ്യുന്നത്. അപ്പൊ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈൻഡ് എ ന്യൂ ഏജ് ഗുരു. അപ്പൊ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അൺഫോർച്ചുനേറ്റ്ലി കാലക്രമേണ ഗുരു എന്ന് പറഞ്ഞ സാധനം ഒരു എക്സ്പേർട്ടിനെ വിളിക്കുന്ന പേരായി. ഗുരു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശിഷ്യന് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ആള് മാത്രമാണ് ഭാരതീയ ദർശനത്തിൽ പൊതുവെ ഉള്ളത്. കാരണം ജ്ഞാനം അവിടെ ഉണ്ട്, അത് ബ്രഹ്മത്തിലുണ്ട്. അത് ഒരു ജീവാത്മാവിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നുള്ളൂ. അത് ആരാണോ നിയോഗപ്പെട്ടിട്ടുള്ളത്, ഒരു ഇൻഫോർമേഷനോ ഒരു സംഹിതയോ അല്ലെങ്കിൽ ഒരു വ്യൂഹമോ സിസ്റ്റമോ നിങ്ങളുടെ അടുത്തേക്ക് അതിന്റെ നോഹവ് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് നിങ്ങളുടെ ഗുരു. അപ്പൊ നോളജ് ഈസ് ഔട്ട് ദെയർ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അപ്പോ ഈ വേൾഡ് ഇത്രയും റാൻഡംനെസ് വരാൻ കാരണം എന്ന് വെച്ചാൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സം ക്രൈം വിച്ച് ഹാപ്പൻസ് ഇൻ റിമോട്ട് പാർട്ട് ഓഫ് പോളണ്ട്, പണ്ട് നമ്മൾ ചിലപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചരിത്ര പുസ്തകത്തിലൊക്കെ വായിക്കേണ്ടി വരും 20 കൊല്ലം കഴിഞ്ഞൊക്കെ. ഇപ്പൊ ഇൻസ്റ്റന്റേനിയസ്ലി ഈവൻ ലൈവ് ഫുട്ടേജ് വിൽ കം ബിഫോർ യു, ഐദർ ത്രൂ ടെലിവിഷൻ ഓർ ഇറ്റ് വിൽ ആക്ച്വലി കം ത്രൂ വാട്സാപ്പ് ഓർ സം കൈൻഡ് ഓഫ് എ തിങ്. അപ്പോൾ അങ്ങനെ ഒരു കണക്റ്റഡ് വേൾഡിൽ മനുഷ്യർ ഈ അണ്ടർ കോൺഫിഡന്റ് ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ എന്താണ് അതിന്റെ കാരണം? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു പണ്ട് കുറച്ചും കൂടി ഒരു ആക്ഷൻ സെൻട്രിക് സൊസൈറ്റി ആയിരുന്നു. ഓരോരുത്തർക്ക് അവർക്ക് കർമ്മമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേൾഡ് ഒരു ഇൻഫോർമേഷൻ സെൻട്രിസം, അല്ലെങ്കിൽ ഒരു ഈ ഇൻഫർമേഷൻ എങ്ങനെ ട്രാൻസ്മിഷൻ സ്റ്റോർ ചെയ്യാം, അക്യൂർ ചെയ്യാം, സ്റ്റോർ ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം, മറ്റേ എന്താ പറയാ, ഈ വിനിയോഗിക്കാം, വിന്യസിക്കാം, ഓക്കെ, അപ്ലൈ ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഇൻഫർമേഷൻ മീഡിയ, ഇപ്പോൾ എൻ്റെ ഒരു മെന്ററിങ് മോഡലിൽ ഒരു മനുഷ്യന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ മീഡിയേഷൻ ആണ്. സോഴ്സിൽ നിന്ന് സിങ്കിലോട്ട് പോകുന്ന ഏത് ഇൻഫർമേഷനും ഫിൽട്ടർ ഔട്ട് ചെയ്ത് കോർ എസൻസ് കണ്ടുപിടിച്ച് then fitting or augment the knowledge by actually adding commentary and then you pass downstream or pass around. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൊരു ഈ പണ്ടത്തെ മാതിരി ഒരു സോളോ റൂമിലിരുന്ന് എന്താ പറയുക, സൈലോയിലിരുന്ന് പാണ്ഡിത്യം നേടുന്ന കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഹവ് ടു തിങ്ക് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ എ കൺസൾട്ടേറ്റീവ് മാനർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് തന്നെ എടുക്കുക. അതില് 10 ലെവൽസ് ഓഫ് ആക്ടിവിറ്റി ഉണ്ടെന്നാണ് ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നിങ്ങൾ, ജാവ .NET ആണെങ്കിൽ ഒരു ലൈബ്രറി ഡിസൈനർ, ലൈബ്രറി ഡെവലപ്പർ, അല്ലെങ്കിൽ ഒരു API ഡെവലപ്പർ ഉണ്ടാവും. API എന്ന് ഉദ്ദേശിച്ചത് കോൾ ലെവൽ API ആണ്. ഇതിന്റെ മുകളിൽ ടൂൾ കിറ്റ് എഴുതുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. ടൂൾ കിറ്റിന്റെ മുകളിൽ ഫ്രെയിം വർക്ക് എഴുതുന്ന ഒരു മൂന്നാമതൊരു സെറ്റ് ഉണ്ടാവും. ഫ്രെയിം വർക്ക് ഒക്കെ ലിവറേജ് ചെയ്തിട്ട് ഏതെങ്കിലും ടെക്നിക്കൽ ഓർ ഫങ്ഷണൽ ഡൊമൈനിലോ എഞ്ചിൻ എഴുതുന്ന ആൾക്കാരുണ്ടാവും.
ഈ എൻജിൻസ് ക്രോസ് കട്ടിങ് കൺസേൺ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ഓവർലേ ചെയ്യും. അപ്പൊ ഇതാണ് ഈ 5 പ്രൊവൈഡർ ക്ലാസ്. ഈ പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് ഓർഡറിംഗ് ടൂൾസ് വെച്ചിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. പ്രൊഡക്ട്സ് ഒരു ക്ലയന്റിന്റെ, അപ്പൊ അത് 6ാമത്തെ ലെവലാണ്. 7ാമത്തത് അതെങ്ങനെ ഈ ഒരു സൈറ്റിൽ ഡിപ്ലോയ് ചെയ്യാം, എങ്ങനെ അത് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് എന്താ പറയുക 7ാമത്തത്. 8ാമത്തത് സർവീസസ്, പ്രൊഫഷണൽ സർവീസസ്, വാല്യൂ ആഡഡ് സർവീസസ് ഓൺ ടോപ്പ് ഓഫ് എങ്ങനെ കൊടുക്കാം അപ്ലിക്കേഷന്റെ മുകളിൽ. 9ാമത്തത് സൊല്യൂഷനാണ്. മൾട്ടിപ്പിൾ സർവീസസ് എൻസംബിൾ ചെയ്തിട്ട് സൊല്യൂഷൻ കൊടുക്കുന്നു. പിന്നെ ഒരു കൺസൾട്ടിങ് ആംഗിൾ ഉണ്ട്. അങ്ങനെ 10 ലെയറിൽ ഇതുണ്ട്. അപ്പോൾ ഒരു നല്ല പ്രൊഫഷണൽ ഷുഡ് ബി ഏബിൾ ടു റീസൺ അറ്റ് ഓൾ ദീസ് 10 ലെവൽസ് ഐഡിയലി ഇഫ് പോസിബിൾ. ഓക്കെ, അതാണ്. ഇനിയിപ്പോൾ അത് മറ്റേ എന്താ പറയുക, വേറൊരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടിങ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻസ്, എഞ്ചിനീയറിംഗ്, ആ ഒരു അപ്രോച്ചിൽ, ആ ഓർഡറിൽ നമുക്ക് ഇൻഫർമേഷൻ മീഡിയേറ്റ് ചെയ്യാം. ഇനി ഞാനൊരു 3-dimensional മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് വെർട്ടിക്കൽ ലെവലിൽ കൺസൾട്ടിങ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻ, എഞ്ചിനീയറിംഗ്, and then we should be able to do it in multiple domains, and then we should be able to do that in multiple technical domain. അപ്പൊ ടെക്നിക്കൽ ഡൊമൈനും ഫങ്ഷണൽ ഡൊമൈനും മറ്റേ എന്താ പറയുക, ഒരു വെർട്ടിക്കൽ നോളജ് ഡിസെമിനേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ we will be able to interact with the world much better. ഓക്കെ, അത് അറ്റ്ലീസ്റ്റ് അറ്റ് എ പ്രൊഫഷണൽ ലെവൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, മെന്ററിംഗ് ഉണ്ട്. അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പുതിയ വിഷയം, സേ ANTLR, അനദർ ഒരു ലാംഗ്വേജ് റെക്കഗ്നേഷൻ എഞ്ചിൻ എഴുതുക, അല്ലെ, ഒരു ടൂള് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇന്റഗ്രേറ്റർ പഠിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആൾറെഡി കുറച്ച് സ്കിൽസ് ഒക്കെ ഉണ്ട്, അതൊന്ന് ഹോൺ ചെയ്യാൻ വേണ്ടി അയാളെ കുറച്ച് സൈക്കോളജിക്കലിയും മറ്റേ സിസ്റ്റംസും മോഡൽസും കുറച്ച് ഇൻഫർമേഷൻ ഫാക്ട്സ് ഒക്കെ കൊടുത്ത് അയാളെ ഓഗ്മെന്റ് ചെയ്യുന്നതിനാണ് കോച്ചിങ് എന്ന് പറയുന്നത്. മെന്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രോഡറാണ്. നോട്ട് ഓൺലി അത് ഒരു ഫങ്ഷണൽ ലെവലിൽ നിന്ന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ടുവേർഡ്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. അത് ഗുരു അല്ല അത് തീരുമാനിക്കുന്നത്, ശിഷ്യൻ പഠിക്കുന്ന വിഷയത്തിലൂടെ അവനത് മാറണം. അതിന് എംബഡീഡ് നോയിങ് വേണം എന്നുള്ളൊരു പ്രീകണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഡിറ്റർമിൻ ചെയ്തിട്ടില്ല. എംബഡീഡ് നോയിങ് ഉണ്ടെങ്കിൽ ഐ ഹവ് സീൻ സം പീപ്പിൾ ആക്ച്വലി ഡു ട്രാൻസ്ഫോം ദർ ക്യാരക്ടർ ആഫ്റ്റർ ഒക്കെ ദേ ഹാവ് ആക്ച്വലി എൻകൗണ്ടർഡ് സർട്ടൻ സിസ്റ്റംസ്. ഇപ്പോൾ മെഷീൻ ലേണിംഗ് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് കാലം പഠിച്ചു കഴിയുമ്പോൾ ആൾക്കാർ അവരുടെ ലോജിക്കൽ റീസണിങ് മാത്രമല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിങ്ങും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ക്രമാതീതമായിട്ട് വർദ്ധിക്കുക മാത്രമല്ല, സെക്കൻഡ് ഓർഡർ ഇൻഫറൻസസ് ഒക്കെ നടത്തുന്നത് കാണാം. അതിനെയാണ് ഞാൻ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കണേ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളെ പ്രോംപ്റ്റ് ചെയ്ത് ഒരു സോണിൽ എത്തിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ട്രെയിനിങ്, കോച്ചിങ്, മെന്ററിങ് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് ലേൺ ഫോർ റീസണിങ് വേഴ്സസ് ലേൺ ഫോർ സ്കിൽ എന്നാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ സ്കില്ലിന് ഒരു അൺഡ്യൂ എംഫസിസ് ഉള്ളത് കാരണം എല്ലാവരും ഒരു സ്കില്ലിനാവാനുള്ള ഒരു ഓട്ടത്തിലോട്ടാണ് ഞാൻ കണ്ടേക്കണേ. അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT-യിൽ 5 തരം സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സേ ഉള്ളൂ. ഒന്ന്, വാട്ട് എവർ യു സേ ഐ വിൽ ഡു .com, ഫ്രഷർ. രണ്ടാമത്തേത് വെർട്ടിക്കൽ ഡെവലപ്പേഴ്സ്, പീപ്പിൾ ഹു സ്പെഷ്യലൈസ് ഇൻ .NET, സം വിൽ ബി ഇൻ Go ആൻഡ് yet another വിൽ ബി ഇൻ React. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു നാരോ ടെക്നിക്കൽ ഡൊമൈനിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ എന്താ പറയുക സ്കിൽ ലെവലിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ of course there are lot of jobs which actually emphasize that. അപ്പോൾ ഒരു തൊഴിലാണ് ഇതിൽ നിന്ന് വേണ്ടത്, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം മാത്രം നോക്കുന്നവർക്ക് നല്ലൊരു സ്കില്ലാണ്. പക്ഷേ മിക്ക ആൾക്കാരുടെയും ഐഡന്റിറ്റി ഇപ്പോൾ IT ആവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് യു ഷുഡ് ലേൺ ഫോർ റീസണിങ്. നിങ്ങൾ റീസണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്യണം. അതേമാതിരി തന്നെ ഈ സ്കില്ലന്മാർ അല്ലെങ്കിൽ ലേൺ ഫോർ സ്കില്ലുള്ളവർ പൊതുവെ ബോട്ടം അപ്പ് ലേണിംഗ് ചെയ്യണ കണ്ടിട്ടുണ്ട്. ടോപ്പ് ഡൗൺ ലേണിംഗ് ആണ് കുറച്ചുകൂടി ലേൺ ഫോർ റീസണിങ്ങിന് ഒരു ലോങ് ഹോൾ അപ്രോച്ച് എടുക്കുന്നവർക്ക് നല്ലത്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസൾട്ടിങ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻസ്, എഞ്ചിനീയറിംഗ്, ഈ ലെൻസിൽ ആണ് മിക്ക വെസ്റ്റേൺ കമ്പനികളും അവരുടെ ഓപ്പറേഷൻസ് ഓടിക്കുന്നത്. ഒരു കോസ്റ്റ് ആർബിട്രാജ് മോഡലിൽ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഈ ഹെഡ് കൗണ്ട് കൂട്ടാൻ നോക്കിയപ്പോൾ ഒരു റിവേഴ്സ് ഓർഡറിലാണ്. ടെക്നോളജിക്ക് ഫസ്റ്റ് ഊന്നൽ കൊടുത്തിട്ട് ടെക്നോളജിയിൽ
അധികം പരിജ്ഞാനം ഇല്ലാത്തവർ ഓപ്പറേഷൻസ് ആവുന്നു. അവിടെയും ഫെയിൽ ആവുന്നവർ അവരെ സ്ട്രാറ്റജിയിലോട്ട് അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് പുഷ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ അവിടെ നിന്നാണ് കൺസൾട്ടൻസ് ഉണ്ടാവണേ. അപ്പൊ ടെക്നോളജിയിൽ നിന്ന് വളരെ ഫ്യൂ കൺസൾട്ടൻസിനെ ഉണ്ടാവുന്നുള്ളൂ. ഉണ്ടായാൽ തന്നെ അത് അവരെ ടെക്നോളജി ലെൻസ് എടുത്തിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പൊ കേരളത്തിലെ പല കമ്പനികളും ഒരു ബിയോണ്ട് എ സർട്ടൺ പോയിന്റ് സ്കെയിൽ ചെയ്യാത്തത് ഫോർ ദം എവറിത്തിങ് ഈസ് എ ടെക്നിക്കൽ പ്രോബ്ലം. അത് ഒരു ബോട്ടം അപ്പ് വ്യൂവിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് യുജീനിയ ചിങ് ജോയ് ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൽ 4 ലെവൽസ് ഓഫ് മാത്തമാറ്റിക്സ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്. അരിത്തമാറ്റിക് ലെവൽ, ആൾജിബ്രായിക് ലെവൽ, അബ്സ്ട്രാക്ട് ആൾജിബ്രായിക് ലെവൽ, കാറ്റഗറി തിയറി ലെവൽ, അല്ലെങ്കിൽ കോമ്പോസിഷൻ ലെവൽ. ബൈ ദ ടൈം യു റീച്ച് കോമ്പോസിഷൻ ലെവൽ ഇറ്റ് എൻകംപാസസ് ലൈഫ്. അപ്പൊ അതിൽ നിന്ന് ആഫ്റ്റർ സീരീസ് ഓഫ് ഡെലിവറേഷൻസ് വിത്ത് ശരത് ലാൽ ആൻഡ് അതേഴ്സ് ഒരു മിക്ക സിസ്റ്റത്തിന് നമുക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഓർ സെറ്റിംഗ്സ് ഓർ സം കൈൻഡ് ഓഫ് എ ഇൻഡന്റ് ഇൻ ആൻ ഇലാബറേറ്റ് മാനർ ഉണ്ടാവും. അതിനനുസരിച്ച് മറ്റേ ഓർഗനൈസേഷൻ ഹൈറാർക്കിയോ അല്ലെങ്കിൽ എന്താ പറയുക സിസ്റ്റംസ് ഉണ്ടാവും. ആ സിസ്റ്റത്തിൽ ഏജൻസ് ഉണ്ടാവും. ഏജൻസ് വിൽ പെർഫോം ആക്ഷൻ. അപ്പോൾ ആ രീതിയിൽ ഇൻഫർമേഷൻ അക്യൂർ ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ഇത് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഡു മച്ച് ബെറ്റർ. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എവരിബഡി ടോക്സ് അബൌട്ട് ഓക്കെ ഹൗ ടു ബിക്കം എ ടെക് ലീഡ് ആർക്കിടെക്ട് ആൻഡ് ദോസ് ആർ വെർട്ടിക്കൽ ഗ്രോത്ത്. അപ്പോൾ ഒരു വ്യാപ്തി നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താ പറയുക ഹൊറിസോണ്ടൽ സബ്ജക്ട്സ് ലൈക്ക് മാത്തമാറ്റിക്സ്, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പാരറ്റീവ് ഫിലോസഫി, എക്കണോമിക്സ്, ബിസിനസ്, ഫിനാൻസ് ഒക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. ഗെയിം തിയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ വരും. അപ്പോൾ ഈ എന്താ പറയുക അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സബ്ജക്ട് മാറ്റർ ഇവിടെയാണ് ഒരു എന്താ പറയുക ഇഫ് സംബഡി വാണ്ട്സ് ടു ടേക്ക് എ സ്റ്റാബ് അറ്റ് ജാവ ആസ് ഹിസ് കരിയർ ഓപ്ഷൻ, അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് ആൻഡ് ജാവ അറ്റ് ദ സെയിം ടൈം, ഓർ C++, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അതിന്റെ എക്കോസിസ്റ്റം ആയിട്ടായിരിക്കും മിക്കവാറും മെന്ററിങ് തുടങ്ങാം. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം സോൾവർ ആവാനാണ് ഇത് ചെയ്യണേ. അപ്പോൾ ഒരു പ്രശ്നം അവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിക്റ്റം ഉണ്ട്, നോ എഞ്ചിനീയർ ഈസ് സ്മാർട്ട് ഇനഫ് ടു സോൾവ് എനി എഞ്ചിനീയറിംഗ് പ്രോബ്ലം. അതായത് ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല, ഒരു ഗ്രൂപ്പിനെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പോൾ കൊളാബറേഷൻ ഒരു ഇമ്പെറേറ്റീവ് ആണ്. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് ജീൻ ഒരിക്കലും ബോട്ടം അപ്പ് ലെവലിൽ വെക്കില്ല. ഇപ്പോൾ ഈ ബോട്ടം അപ്പ് ലേണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. ഒരു ഫേമസ് കക്ഷിയാണ്, ഒരു അത്യാവശ്യം എൻ്റെയൊക്കെ സർക്കിളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. പുള്ളി നല്ല പ്രാവീണ്യമുള്ള ആളാണ്, നല്ല സ്കില്ലുള്ള ആളാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പുള്ളിയോട് ഭയങ്കര ഈ കാമ്യമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്. അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് മരം വെട്ടുന്നവർക്കും കല്ല് വെട്ടുന്നവരോടുള്ള അതിയായ പ്രതിപത്തി എനിക്ക് മനസ്സിലാവില്ല എന്ന് ക്യാപ്റ്റൻ രാജശില്പിയിൽ പറയണ്ടേ. എനിക്ക് അതാണ് തോന്നുന്നത്. അപ്പൊ ഇത് അപ്പൊ അയാള് കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്ത്, എൻ്റെ കൂടെ വീക്ഷണത്തിൽ അലൈൻമെന്റ് ഉള്ള പുള്ളി പോലും മറ്റേ പുള്ളിയുടെ ഫാൻ ആവുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, നീ ഒരാള് നന്നായി സെക്സ് ചെയ്യുന്നു നീ കേട്ടു, അപ്പോ കാമസൂത്രം അറിയാമായിരിക്കും വിചാരിച്ചിട്ട് നീ ഗേൾഫ്രണ്ടിനെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആ പുള്ളി പറയാണ്, 2 തിയറൊക്കെ പുള്ളി പറയും. അതുകൊണ്ട് പറയും എനിക്കിതൊന്നും പറ്റില്ല, ആ ഗേൾഫ്രണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയുന്ന മാതിരിയാണ് ഇവരുടെ നിന്ന് പഠിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആരോപണം. ആ ആരോപണം ചെറുതായിട്ടൊന്ന് ഏറ്റു. ഓക്കെ. അപ്പോൾ ഈ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തൊഴിലായിട്ട് പഠിക്കണം, അതേ കൺസെപ്റ്റ് കോഡ് അപ്രോച്ചിൽ എടുക്കണം. അപ്പോൾ പൊതുവേ ഈ എന്താ പറയുക ഈ സ്കില്ലന്മാരുടെയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചമൂത്ത് കോക്കാൻ പൂച്ചയാവുക, അല്ലെങ്കിൽ പഴകി മറ്റേ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ 2ഓ 3ഓ തലമുറ കഴിഞ്ഞ്, അതായത് എവരി 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ തലമുറയാണെങ്കിൽ ലേറ്റ് ആയിട്ട് സക്സീഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആണെന്ന് അഭിനയിക്കുന്ന ആൾക്കാരാണ് പൊതുവെ സ്കില്ലന്മാർ. എനിക്കത് ഒരു അണ്ടർസ്റ്റാൻഡ് ഒക്കെ ഹൗ ദേ സർവൈവ്. പിന്നെ അവരെ ആരാധിക്കുന്ന എന്താ പറയുക ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആൾക്കാരെ എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ട്. അപ്പോൾ അതാണ് ലെവൽ 2. ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക വാട്ട് എവർ യൂസ് ഐൽവിഡോട്ടം അല്ല, ടെക്നോളജി പോളിഗ്ലോട്ടായിട്ട് പഠിച്ച് ചെയ്യുന്ന ആൾക്കാർ. ലെവൽ 4 എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആർക്കിടെക്ചർ, ലെവൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ആർക്കിടെക്ചർ. ഈ 5
ആർക്കിടൈപ്പുകളെ ശരിക്കും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുള്ളൂ. അപ്പൊ അതിൽ മിക്ക ആൾക്കാരും ഒരു ലെവൽ 3 തുടങ്ങുന്നതായിട്ടാണ് നല്ലതെന്നാണ് എനിക്കറിയാവുന്നത്. കാരണം ലെവൽ 1 നിന്ന് തുടങ്ങി പ്രൊജക്ട്സ് തീരുമാനിക്കാം ലെവൽ 2 എത്തുമല്ലേ എന്നുള്ളത്. ചില ആൾക്കാർ ലെവൽ 1 തന്നെ കിടന്ന് കറങ്ങുന്നത് കാണാം. ലെവൽ 2 എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ എക്സ്പെർട്ടൈസ് ആണ്. ഇപ്പൊ എല്ലാം അതിലൂടെ കാണുമ്പോൾ അവർക്ക് ഇലൂഷൻ ഓഫ് കോമ്പറ്റൻസ് അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് കോമ്പറ്റൻസ് ഉണ്ടാവും. സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടോപ്പിക് ഇൻ ഇറ്റ് സെൽഫ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ഡൗൺ തിങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് ഫസ്റ്റ് അപ്രോച്ച് ടുവേർഡ്സ് എവറിത്തിങ് വരും. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഡിസിഷനോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ ഫ്ലോ ആവണമെന്നുണ്ടെങ്കിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ്, കുറെ മറ്റേ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അവരെയൊക്കെ ക്രിസ് ക്രോസ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എത്തിക്കാൻ പറ്റുള്ളൂ. ഇവൺ ഇഫ് ദർ ആർ ലോട്ട് ഓഫ് സൊല്യൂഷൻസ് ഇൻ ആൻ എഞ്ചിനീയറിംഗ് സെൻസ്, അത് പക്ഷേ ആക്ച്വലി ഒരു മാനിഫെസ്റ്റേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിനെ നാവിഗേറ്റ് ചെയ്യാനും സാധിക്കേണ്ട ആവശ്യമുണ്ട്. അത് മെന്ററിംഗ് മോഡലിന്റെ ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗെയിം തിയറി ആൻഡ് സ്ട്രാറ്റജിക് തിങ്കിങ് 40 കൊല്ലമായി വെള്ളക്കാരായിട്ട് സോഫ്റ്റ്വെയർ ചെയ്തിട്ട് ഗെയിം തിയറിയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു ലിറ്ററേച്ചർ പോലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലും ഞാൻ ആൾക്കാരുടെ കയ്യിൽ കാണുന്നില്ല. ചിലപ്പോൾ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും, പക്ഷെ ഒരു ഈ ഗെയിം തിയറി ഇസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ എവറിത്തിങ്, ബട്ട് അറ്റ്ലീസ്റ്റ് യു ഗെറ്റ് എ സ്റ്റാൻഡേർഡ് വൊക്കാബുലറി ടു എക്സ്പ്രസ് അവർ പ്രോബ്ലംസ്. അപ്പോൾ ഗെയിം തിയറിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഗുരുവിനെയും അയാളുടെ ശിഷ്യനെയും ഞാൻ ഹയർ ചെയ്ത് ഒരുമിച്ച്. അപ്പോ ഗുരുവിനെ 7 കൊല്ലം വെക്കാം, ശിഷ്യനെ 5 കൊല്ലം വെക്കാം. അപ്പൊ ഗുരുവും ഞാനും തമ്മിൽ അടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ശിഷ്യനെ ഞാൻ 5 കൊല്ലം നിന്ന് 7 കിലോന്റെ കുട്ടി ആവാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 6.25 കിലോ വരെയൊക്കെ ശിഷ്യൻ പറന്നു ഇത് ചെയ്തു. പിന്നെ അയാൾക്ക് 7 കടക്കാൻ പറ്റുന്നില്ല, കാരണം ഗുരുകോപം വരുമെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. അപ്പൊ അതിനെ ഞാൻ മറ്റേ എന്താ പറയാ, ഗോപകുമാറും മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിച്ച എന്താ പറയാ, ഈ ഭാസ്കര പട്ടേലറും തൊമ്മി ആയിട്ടാണ് അതിനെ ഈ ഉപമിച്ചത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹോക്ക് വേഴ്സസ് ഡൗ ഗെയിമിന്റെ ഒരു പ്രകടിത ഭാവമാണ് അവിടെ കണ്ടത്. ഇനി അതേമാതിരി തന്നെ 2012 ഒളിമ്പിക്സിൽ ഈ ഒരു മെക്കാനിസം ഡിസൈൻ ഫെയിലിയർ മൂലം സെമി ഫൈനൽ ലൈനപ്പ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഫൈനലിലെ അവസാനത്തെ മാച്ചിൽ ഈ സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്ത 2 ടീംസ് കളിച്ച് ഒരു മത്സരിച്ച് തോറ്റുകൊണ്ട് രണ്ടുപേരും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് ഒരു സാധനമുണ്ട്. അതായത് ഈ 2 വ്യക്തികൾ വന്നാൽ അവിടെ പ്രിസണേഴ്സ് ഡിലമ ഉണ്ടാവുന്നതാണ് അവർ കോപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ എന്ത് ചെയ്യുന്ന അതിനെ ഒരു മൂന്നാമതൊരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് റോക്ക് പേപ്പർ ആൻഡ് സിസർ ആക്കി അയാളും കൂടി ഹോസ്റ്റലിലായി കഴിഞ്ഞപ്പോൾ ദുർഗതി വന്നിട്ടാണ് എൻ്റെ ജോലി പോയത്. ഓക്കെ, അപ്പൊ സോ മച്ച് ഫോർ ദ ഗെയിം തിയറി. പിന്നെ എന്താ പറയാ, ടാക്ടിക്സ്. അതായത് ഇപ്പൊ നമ്മൾ പല തത്വങ്ങളൊക്കെ പറയുമെങ്കിലും അടവ് നയം എന്ന് പറയും. അതിപ്പോ രഞ്ജി പണിക്കറിന്റെ സിനിമ കാണുകയോ കേരള രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടവ് നയത്തെക്കുറിച്ചും കുതികാൽ വെട്ടിനെ കുറിച്ചൊക്കെ അവർ പറയും. അപ്പോൾ ആവശ്യത്തിനൊക്കെ അത് എപ്പോൾ ചെയ്യണം, എപ്പോൾ റൂള് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാരെ നമുക്ക് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം. ഇപ്പൊ ഗോഡിയൻ നോട്ട് കുരുക്കഴിക്കാൻ അലക്സാണ്ടറോട് പറഞ്ഞു, അലക്സാണ്ടർ കുരുക്കങ്ങോട് വെട്ടിക്കളഞ്ഞു. അതേമാതിരി ചിലപ്പോൾ അതായിരിക്കും നല്ലത്. അപ്പൊ ടാക്ടിക്സ് വെൻ ഇറ്റ് മാറ്റേഴ്സ്. കാരണം ടാക്ടിക്സ് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലപാട് ഇല്ല എന്ന് പറയും, യു ട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ടാക്ടിക്കൽ അപ്രോച്ച് എടുക്കേണ്ടത് വെൻ എവറിത്തിങ് ഫെയിൽസ്. പിന്നെ ക്രോസ് കൾച്ചറൽ എൻകൗണ്ടേഴ്സ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോ ഞാൻ ആണായിട്ട് പറയുന്നു, അക്രോസ് ഇന്ത്യ ഒരു വെള്ളക്കാരൻ അല്ലെങ്കിൽ റഷ്യൻസ് ഇവരെ നമുക്ക് ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യാനുള്ള ഒരു എമംഗ് ദ പ്രോഗ്രാമേഴ്സ്. ഓക്കെ, രാജീവ് മൽഹോത്ര ഹാസ് ഡൺ അറ്റ് ദ ക്രോസ് അറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ലെവൽ. ഈ ഒരു മോഡൽ ഇൻ ഓർഡർ ടു tackle Westerners based on synthesis of Western philosophy and Eastern philosophy, especially Indian philosophy. പിന്നെ എന്താ പറയാ, ഈ മോഡേൺ വെസ്റ്റേൺ ടൂൾസ് വെച്ചിട്ട് എങ്ങനെ ഒരു നമ്മളെ പൊസിഷൻ ചെയ്യാന്നുള്ള പഠിപ്പിക്കുന്ന ഏക സ്ഥലം കൊച്ചി ടെക് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളക്കാരനെ ബുദ്ധിയുള്ളൂ. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്സ് ആർ സ്മാർട്ട് ബട്ട് എ വൈറ്റ് നീഡ് നോട്ട് ബി എന്നാണ് എൻ്റെ ആൻസർ. അതേമാതിരി തന്നെ ജൂസ് ആർ സ്മാർട്ട് കളക്റ്റീവ്ലി ബട്ട് എ ജൂ നീഡ് നോട്ട് ബി.
അപ്പൊ ജൂതന്മാർ ഇപ്പൊ മൈക്രോസോഫ്റ്റിലെ ഒരു മൈക്രോസോഫ്റ്റിന് ഓക്കെ കളക്റ്റീവ് വിസ്റ്റം വഴി അവർക്ക് പലതും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മൈക്രോസോഫ്റ്റിലെ എംപ്ലോയി സ്പെഷ്യൽ ആണെന്നോ RECയിൽ ഒരുത്തം പഠിച്ചുകൊണ്ട് ബുദ്ധിമാനാവാന്നുള്ളതിനേക്ക് ആ ഇതിനേക്ക് അടിച്ചു പൊളിക്കാനുള്ള കാര്യങ്ങളും അതിൽ വരാറുണ്ട്. പിന്നെ പലപ്പോഴും കണ്ടേക്കണമെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും ഗോൾസ് ഉള്ളൂ. ഇപ്പൊ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലക്ഷ്യം, അടുത്ത ലക്ഷ്യം, എനിക്ക് ഇത്ര കോമ്പൻസേഷൻ കിട്ടണം, എനിക്ക് ഇത്ര ഉയരണം. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടായ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഭയങ്കര പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ ജീവിക്കാൻ ഒരു മക്സദ് ഹിന്ദിയിൽ അല്ലെങ്കിൽ പറയും, അതായത് ഒരു പർപ്പസ് വേണം. അത് ഓരോ വ്യക്തിയും സ്വയം കണ്ടെത്തുന്നുണ്ട്, അതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഈ വേൾഡ് ഈ ഇത്രയും റാൻഡംനെസ്സും മറ്റേ കോംപ്ലക്സിറ്റി ഒക്കെ ഉണ്ടായിട്ട് വേൾഡ് അത്യാവശ്യം നന്നായിട്ട് കോർപ്പറേഷൻസും ഗ്രൂപ്പ്സും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് അവർക്ക് പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽസ് ഉണ്ട്, എക്സിക്യൂഷൻ മോഡൽസ് ഉണ്ട്, സ്ട്രാറ്റജിക് മോഡൽസ് ഉണ്ട്, ഓപ്പറേഷണൽ മോഡൽസ് ഉണ്ട്, മാനേജ്മെന്റ് മോഡൽസ് ഉണ്ട്, കൺസൾട്ടിങ് മോഡൽസ് ഉണ്ട്. ഇനി മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട് വിച്ച് ആക്ച്വലി ആക്ട്സ് ആസ് എ സബ്സ്ട്രാറ്റം. ചിലത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആയിരിക്കും, ഓർ സ്റ്റോക്കാസ്റ്റിക് കാൽക്കുലസ് വെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്ഷൻസിന്റെ പ്രൈസ് വരെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മോഡൽ തിങ്കിങ് ഒരു ഇപ്പൊ എന്താ പറയാ, ടൈം ഇൻവേരിയൻ സിസ്റ്റം എന്താണ്, ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റവും മറ്റേ എന്താ പറയാ നോൺ ലീനിയർ ടൈം സെൻസിറ്റീവ് സിസ്റ്റം ഉണ്ടോ? അത് കാരണം അതെങ്ങനെ കൺട്രോൾ ചെയ്യും? കൺട്രോൾ സിസ്റ്റം അങ്ങനത്തെ ഒരു ഓവറോൾ ഒരു സംഹിതയുണ്ട് എങ്ങനെ വേൾഡിനെ ഒരു ഓർഡർലി അപ്രോച്ചിൽ, അതായത് ആ റാൻഡംനെസ് കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാന്നുള്ളതിനെയാണ് മോഡൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷുഡ് മെൻറ്ററിങ് ബി നോർമേറ്റീവ് ആക്കാം പ്രിസ്ക്രിപ്റ്റീവ്. അപ്പോ ഈ എൻ്റെ മെൻറ്ററിങ്ങിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കമ്പനികളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ചത് ആലുവയിലാണ്. അപ്പൊ ആലുവയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കേരളത്തിലെ പ്രബല ശക്തികളായ ന്യൂനപക്ഷ വിഭാഗങ്ങളോടും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരോടും ഒരു സംശയത്തോടെയാണ് ഞാൻ ലോകത്തോട് വീക്ഷിച്ചിരുന്നത്. അപ്പോ ഞാൻ വോട്ട് ചെയ്തിരുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു സ്ഥാനമില്ലാത്തൊരു സ്റ്റേറ്റില് 5 പ്രബല വിഭാഗങ്ങൾ, അതായത് കമ്മ്യൂണിസ്റ്റ്, ക്രിസ്ത്യൻ, മുസ്ലിം, നായർ, ഈഴവ, ഇവരുടെ നായർ ജനറലി ഗോ വിത്ത് ക്രിസ്ത്യൻസ് ആൻഡ് ഈഴവാസ് ജനറലി ഗോ വിത്ത് മുസ്ലിംസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ 6ാമത് ഇപ്പൊ ഇന്നൊക്കെ വിളിക്കുന്ന ഹിന്ദുത്വ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൂഡ് ഫോം ആയിട്ടാണ് ഞാൻ കയറി ചെന്നിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടെറിട്ടറി നാവിഗേറ്റ് ചെയ്തപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഓരോ സംഹിതയുടെയും പേഴ്സണാലിറ്റീസിനോടാണ് എനിക്ക് ഒരു വിയോജിപ്പുണ്ടായിരുന്നത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇവരുടെ പുറകിലുള്ള ഐഡിയോളജികളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെ വ്യക്തികളെ അവർ പ്രതിനിധാനം ചെയ്യുന്ന എന്താ പറയാ ഐഡിയ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തപ്പോൾ മിക്ക വ്യക്തികളും വിക്ടിംസ് ആണ്. അപ്പൊ നമ്മുടെ മുന്നിൽ മറ്റേ തട്ടു എന്ന് പറഞ്ഞ ആക്രോശിക്കുന്ന ജിഹാദിയോ ഇനി മനഃശാസ്ത്രപരമായിട്ട് കൊല്ലാൻ നോക്കുന്ന ഒരു ശരാശരി ക്രിസ്ത്യാനിയോ അവൻ പോലും അറിയാതെ അവൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു നഗ്ന സത്യം ഒരു 1000ഓളം പേരെ എനിക്ക് അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് അപ്പോ ഇതിന്റെ ഉള്ളിൽ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ പ്രതിപക്ഷ സ്ഥാനം ഇപ്പൊ സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസിയുടെ മകനാണ് അസാദുദ്ദീൻ ഒവൈസി. അയാളോട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു യോജിപ്പുമില്ല. അയാൾ പറയുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് ആൻ ഇന്റലക്ച്വൽ, പുള്ളി മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. അപ്പോ ഒവൈസി BJPയുടെ ബി ടീമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ബട്ട് പുള്ളി കുറച്ചും കൂടി എന്താ പറയാ ഈ കട്ടർപന്തി എന്നൊക്കെ പറയുമെങ്കിൽ ഒരു നിലപാടുള്ള പൊളിറ്റീഷ്യൻ. അപ്പോൾ ഈ ഒവൈസിയുടെ ലിറ്ററേച്ചറും അതേമാതിരി തന്നെ മൈ ഇസ്ലാമിക് ഫ്യൂച്ചർ എന്നുള്ള ഒരു പുസ്തകം വരെ ഞാൻ 2005 എഴുതി തുടങ്ങിയതാണ്. ഇപ്പൊ ഈ കാണുന്ന ജിഹാദ് സുഖയം 80കളുടെ അന്ത്യത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഫിസിക്കൽ സർവൈവലിനോടുള്ള അതായത് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ പേടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കോളേജിലാണെങ്കിലും ആലുവയിലാണെങ്കിലും കാക്കപ്പിള്ളരെ തൊട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് വന്ന് ഫിസിക്കലി ത്രട്ടൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഇവരെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്താ പറയാ ഒരു വാരിയർ ടൈപ്പ് മെന്ററിങ് ഇതിന്റെ ഉള്ളിൽ പതിയിരിപ്പുണ്ട്. പക്ഷെ ഞാൻ അത് ഇമ്പോസും ചെയ്യാറില്ല. പക്ഷെ ഇപ്പോ ഹൈന്ദവരാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ഒരു സർട്ടൺ വ്യൂ ഞാൻ അവരോട് ഇത് ചെയ്യാറുണ്ട്. അതായത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ കണ്ടേക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ഈ സ്ഥിതിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സ്ഥിതിക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റിയെ മറ്റേ നപുംസകമാക്കിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ റെജീം നെഹ്റു തുടങ്ങിയതിന്റെ പശ്ചാത്തലമാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നവും. അപ്പോ ഈ ആൾക്കാരൊക്കെ തമ്മിൽ ഇത് വരുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാം, എങ്ങനെ ഇത് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളായിട്ട് അധികം, കാരണം വി ആർ ഓൾറെഡി ബോൺ ഇൻ ടു ഇന്റർപ്രിറ്റബിൾ വേൾഡ്. അപ്പൊ എങ്ങനെ ഈ എക്കണോമിക് സോഷ്യൽ കോപ്പറേഷൻ മറ്റ് മതസ്ഥരായിട്ടും ഒക്കെ എങ്ങനെ നേടാം, അതായത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും ഇതിന്റെ ഉള്ളിൽ പഠിപ്പിക്കുന്നതാണ്. പ്രീണനമില്ലാതെ, ഒരു പ്രീണനത്തോട് എനിക്ക് ഒരു യോജിപ്പൊന്നുമില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ അതേമാതിരി തന്നെ എന്താ പറയാ, ഈ അരിഫ് ഹുസൈൻ തിരുവോത്തിന്റെ തങ്ങൾക്ക് എതിർക്കാൻ പറ്റാത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളോട് അതിയായ ആരാധന വരുന്നത് റിസ്ക് ആണ്. അയാൾ തട്ടിപ്പായാലോ, അയാൾ നാളെ ഇതായി കഴിഞ്ഞാലോ ഇവൻ പെടും. അപ്പോൾ ഓരോരുത്തരും അവരുടെ പൊളിറ്റിക്കൽ ബാറ്റിൽ അവർ ചെയ്യണം എന്നുള്ള ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഇത് പലപ്പോഴും കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയമായിട്ട് എന്റെ മെന്ററിംഗ് മോഡൽ ഒത്തുപോകാറില്ല. ഇതിന്റെ പേരിൽ ഈ എന്താ പറയാ, സഹാക്കന്മാരുടെ മക്കൾ നമ്മുടെ അടുത്ത് അടിയുണ്ടാക്കും. പിന്നെ അവര് അടിയുണ്ടാക്കുകയല്ല, അവര് അത് ഉള്ളിൽ വെച്ചുകൊണ്ട് they will strike when it matters or they will be undermining the system. അപ്പൊ പലപ്പോഴും ഒരു എന്താ പറയാ, ഇപ്പൊ വെള്ളക്കാര് സ്മാർട്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഒച്ച നീ ആണോ സ്മാർട്ട്, നീ കണ്ട വെള്ളക്കാർ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇതേ ആൾക്കാരെ UK ലോ US ലോ പോയിട്ട് വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ ബയാസിന്റെ അടിമകളാണ്. കാരണം ക്രീമിനെ നോക്കിയിട്ട് എല്ലാ വെള്ളക്കാരും അങ്ങനെയാണെന്നുള്ള ഒരു ഹേസ്റ്റി ജനറലൈസേഷനിൽ നിന്നാണ് ഈ വെള്ളക്കാരോട്, പിന്നെ ഈ എന്താ പറയാ, ഒരു ഡീകോളനൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മിക്ക ആൾക്കാരും. പിന്നെ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഈ മെന്റർ ചെയ്യാനുള്ള ഒഡാസിറ്റി എവിടെ നിന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വർക്ക്ഡ് വിത്ത് ലീഡേഴ്സ് ഇൻ IT. അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെങ്കിലും CAD ഗ്രാഫിക്സിലെ വേൾഡ് അതോറിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്യുക മാത്രമല്ല, അവരെ ക്ലോസ്ലി ഒരു ആരാധന മനോഭാവം ഇല്ലാതെ ഒരു വസ്തുനിഷ്ഠമായിട്ട് ഒബ്സർവ് ചെയ്യാൻ എനിക്ക് കുറെ ആൾക്കാരുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഐ വാസ് ഗുഡ് അറ്റ് സിസ്റ്റം പ്രോഗ്രാമിംഗ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ റഷ്യൻസും US നല്ല യൂണിവേഴ്സിറ്റീസിലെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് ഈ മെന്ററിംഗ് മോഡലിന്റെ ഒരു ക്രക്സ് വന്നത്. അപ്പൊ ഇതാണ്. പിന്നെ ഈ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ത്രൂ നോളജ് അക്വിസിഷൻ. നോളജ് ഇപ്പൊ ഒരാള് ഒരു കാര്യം പഠിച്ചു എന്നുള്ളത് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ടുണ്ട്, അയാൾ അത് പഠിച്ചിട്ടില്ല. കാരണം ഒരു ആശയം എന്ന തലയിലേക്ക് തല വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വീക്ഷണത്തിലോ അയാളുടെ ശരീരഭാഷയിൽ പോലും, ഇപ്പോ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് അത്യാവശ്യം ഒരു പഠിച്ച് ഒരു മാത്തമാറ്റിക്സ് ഒരു സോഷ്യോ കൾച്ചറൽ അസറ്റ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് അയാൾക്ക് ഒരു അമാന്തം ഉണ്ടാവും ലോകത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കണേക്ക് മുമ്പ്. ആ അമാന്തം കണ്ടില്ല, പഴയമാതിരി ലേ ലഡാക്ക് ടീമാണെങ്കിൽ അയാൾക്ക് മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കണത്. പിന്നെ എംബോഡീഡ് നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അതൊരു കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു ഇതാണ്. അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ എംബോഡീഡ് നോയിങ് ഒരു ചില ജനറ്റിക് ഡിസ്പൊസിഷൻസിനാണെങ്കിൽ കുറെ റിസ്ക് ഉണ്ട്, മെന്ററിങ്ങിന്റെ ചാൻസ് വളരെ കുറയും. പക്ഷെ ന്യൂറോജെനിസിസും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഉള്ള പശ്ചാത്തലത്തിൽ എന്തായാലും ഈ എംബഡീഡ് നോയിങ് പോലും അക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അത് ഈ കൺഫേംഡ് ആയിട്ടുള്ള. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെന്ററിങ്ങിലൊക്കെ ഉടനീളം ശാസ്ത്രബോധം വളരെ മസ്റ്റാണ്. പക്ഷേ ശാസ്ത്രാധിഷ്ഠിത ചിന്ത കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അതായത് ലോജിക് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഡയലക്ടിക്സ് ഉപയോഗിക്കുക, കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് കണ്ടന്റ് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് ഒരു ഇൻവേർഷൻ ഉണ്ട്. അതായത് ഒരു വ്യക്തി ലോകമായിട്ടും മല്ലിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു അസംഷൻ. അതായത് അയാൾ ആവശ്യത്തിന് ലോകത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക ചട്ടക്കൂടിനുള്ളിൽ ഒരു വെൽ ബിഹേവ്ഡ് ബോയ് ആയിട്ട് അവിടെ എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഒരു വ്യക്തിത്വ സ്പേസിലോട്ട് വരിക എന്നുള്ളത് ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ ഇതാണ് ഒരു മെന്ററിങ് മോഡൽ. ഇതിലൊരു ചരിത്രമുണ്ട്, ഇതിന്റെ പുറകില് ശാസ്ത്രമുണ്ട്, ഇതിന്റെ പുറകില് അന്ധവിശ്വാസം പോലും ഉണ്ട്. കാരണം ഒരു സൂപ്പർസ്റ്റിഷ്യസ് ഏത്തീസ്റ്റ് എന്നാണ് ഞാൻ പണ്ട് എന്നെ വിളിച്ചിരുന്നത്. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ കണ്ട മലയാള സിനിമകളൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. യുക്തിവാദികളന്മാരിൽ തന്നെ പുരാണ കഥകളും. അപ്പോ ഒരു എന്താ പറയാ, I sometimes assume that I am a Renaissance man. Okay, so I am passing on this thing എന്നുള്ളത് അവിടെ
എംഫസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് മെന്ററിങ്ങിന്റെ ഇത്. അപ്പോൾ നൗ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. വേണമെങ്കിൽ ഈ ഇതിന്റെ ഉള്ളില് എന്റെ അനുഭവങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ആവാം. ഓക്കെ. അല്ല ഈ ഞാൻ ട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശിഷ്യന് വേണ്ടത് ഗുരുവിനെ ട്രസ്റ്റ് ചെയ്യണം ഫസ്റ്റ് തിങ്. പിന്നെ ഈ അതായത് ഇപ്പൊ ഇൻസ്ട്രുമെന്റൽ ഗോൾ വെച്ചിട്ടായിരിക്കും ശിഷ്യൻ വരാം മിക്കവാറും. അതെ, അല്ലെ ഗുരുവിനുണ്ട് ഇൻസ്ട്രുമെന്റൽ ഗോൾ. അതായത് ഇൻസ്ട്രുമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയുക്തത അല്ലെ, അതായത് ഉപകാരം. അയാൾക്കൊരു കരിയർ കിട്ടുകയോ ഇനി അല്ലെങ്കിൽ എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വരുന്നു. ഞാനാണെങ്കിലും എനിക്ക് മെന്റർ ഇത് എന്താ പറയാ, സോഷ്യൽ ക്യാപിറ്റലും കിട്ടും, എനിക്ക് കൊളാബറേറ്റേഴ്സിനും കിട്ടും. ഇതാണ് എന്റെ ഗോള്. അല്ല അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഇത് ഈ മറ്റേ ശിഷ്യൻ അതൊരു എപ്പിസ്റ്റമിക് ഗോളാക്കി മാറണം. അതായത് ഉപയുക്ത തലത്തിലാണെങ്കിൽ ഇപ്പൊ ജോലി മറ്റേ അതായത് ക്ലാസിക് കൗണ്ടർ അറ്റാക്ക് ഉണ്ടല്ലോ സാറിന്, മറ്റേ ഡ്രോപ്പ് ഔട്ട്സ് ആണ് വരാന്നുള്ളത്. അപ്പൊ അതായത് ജോലി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നിർത്തണം. അതായത് അപ്പൊ അത് എപ്പിസ്റ്റമിക് ലെവലിലോട്ട് ട്രാൻസെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് സാറ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പറഞ്ഞു. അല്ല, ഇപ്പൊ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു തരം ഇതിന്റെ ഉള്ളിലൊരു ചെറിയൊരു ഫിയർ ആംഗിൾ ഉണ്ട്. അതായത് മോർ യു നോ ലെസ് കോൺഫിഡന്റ് യു വിൽ ബിക്കം. അപ്പൊ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വന്ന് ഒരു ഫിയർ വന്ന് ആ ഒരു ചാസ്മ ക്രോസ് ചെയ്യണമല്ലോ. വേർ ഫിയർ 360 ഡിഗ്രി കിടക്കുമ്പോൾ പിന്നെ 0 ഫിയർ ആവും. അപ്പൊ അതിലോട്ട് ഒരാളെ ചെയ്യാൻ അയാൾ പഠിക്കുന്ന വിഷയത്തിന് പറ്റണം എന്നാണ് എന്റെ തിയറി. അത് പറ്റണില്ലെങ്കിൽ അയാൾക്ക് എന്തോ വേറെ ഗോളുണ്ട്. അതെ. അപ്പൊ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ മസ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ വെച്ചാല്, മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുരുവും ശിഷ്യനും ഒരേ സ്ഥലത്താണ് കമ്പീറ്റ് ചെയ്യണത്. അപ്പൊ കമ്പീറ്റ് ചെയ്തില്ലേ തന്നെ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ ഈ എ എന്നുള്ള ഗുരുവിന്റെ നിന്ന് കിട്ടിയ നോളജ് ബിക്ക് അട്രിബ്യൂട്ട് ചെയ്ത് എ ഗുരുവിനെ ചൊറിയണ പരിപാടിയൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഭയങ്കര ഒരാളെ മെന്റർ ചെയ്യാന്ന് പറഞ്ഞ ഒരു പുലിവാലെടുത്ത് പിടിക്കാന്ന് തുല്യമാണ്. കാരണം വിജയിച്ചാൽ അത് അയാളുടെ മിടുക്ക്, തോറ്റ എന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ. പണ്ട് എന്റെ വീടിനടുത്ത് ഈ ഒരു കൈമണി ചെട്ടിയാർന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വീട് അവര് പൊള്ളച്ചിക്ക് പോയി, അവരുടെ വീടെന്തോ ജപ്തി ചെയ്ത്. അപ്പൊ വീട് പൊളിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് അപ്പൊ അതിലെ ഒരു മകൻ ഈ ഹരി എന്ന് വിളിക്കണ പുള്ളി ഇത്തിരി മറ്റേ ലുണാറ്റിക്കായിട്ട് അഭിനയിക്കുകയാണ് പുള്ളി. ശരിക്കും ലുണാറ്റിക് ഒന്നുമല്ല പുള്ളി. ഇവിടെയൊക്കെ മറ്റേ എയർവാടിയിലൊക്കെ പോയി കിടന്നിട്ടൊക്കെ ഉണ്ട്. പുള്ളിയുടെ റൂമിൽ നിന്ന് 2 ബുക്ക് കിട്ടി. അപ്പൊ അതിൽ പ്രസീദ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുസ്തകം കൊടുത്തിട്ടാ പുള്ളിക്ക് വട്ടായെന്നായി. മനസ്സിലായ? അപ്പൊ അത് ഞാൻ കൊടുത്തത് അയാളുടെ ചേട്ടനാ. ഇവിടെ കിട്ടിയ. അപ്പൊ അതായത് ഞാനിട്ടാൽ വള്ളിക്കളസം, നീട്ട ബെർമുടാന്ന്. അല്ല മനസ്സിലായില്ലേ? ഞാനിട്ട ബെർമുട, നീട്ട വള്ളിക്കളസം ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ അതൊരു വലിയ പ്രോബ്ലം ആണ് അത് കേട്ടോ. അല്ല, അത് എനിക്കൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ഞാനിപ്പോ കേരളത്തിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ എന്നെ സൈറ്റ് ചെയ്തത്. കാരണം വെരി ഏർലി എനിക്ക് മനസ്സിലായി കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ വിദേശത്ത് പോകണമെങ്കിൽ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഭാരത് മാതാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് നാട്ടിൽ നിന്നു. അപ്പൊ എനിക്ക് ധൃതിയൊന്നുമില്ല ഇന്ന പഠിച്ചിട്ട് അടുത്ത ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന്. അപ്പൊ ഒരു സ്ലോ പേസ്ഡ് അപ്രോച്ചിൽ കാര്യം ചെയ്യാൻ പറ്റിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള മോഡൽസ് ഒക്കെ വന്നത്. മനസ്സിലായ? അപ്പൊ എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്നെ ഹെൽപ്പ് ചെയ്തവരൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരു പ്രശ്നമില്ലാതെ എന്താ പറയാ, ഇപ്പൊ ഞാൻ പല കമ്പനികളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ മെന്റർ ചെയ്തവർക്ക് പാര വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ അത്ര എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും അതിന്റെ ഒരു 10% ഞാൻ എക്സ്പെക്ട് ചെയ്യില്ലേ ഞാൻ മെന്റർ ചെയ്യുന്നവരുടെ.
അതെ 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 അത് പലപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് മെയിൻ കുഴപ്പം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഇപ്പൊ എനിക്ക് കുറെ സ്കിൽസിൽ അല്ല കുറെ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉണ്ട്. പക്ഷെ ഇൻ ഈച്ച് ഓഫ് ദി വെക്ടേഴ്സ് എന്നേക്കാൾ ബെറ്റർ ആൾക്കാർ നാട്ടിൽ തന്നെ ഉണ്ട്. ചെറുതെ മനസ്സിലായ? ഉം. അപ്പോ എന്താണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്? ഇത്രയും വാരീഡ് ആൻഡ് എന്താ പറയാ എൻട്രോപ്പിക് ആയിട്ടുള്ള ഇത്രയും സബ്ജക്ട്സിൽ ഒരു കോമ്പിനേഷൻ സ്കിൽ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് എന്റെ മെന്ററിങ്ങിന് എഴുതാൻ വേണ്ടി. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പൊ ഞാൻ നല്ല ചെസ് പ്ലെയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പുല്ലില മറ്റേ ഇയാളെ വിളിച്ചുകൊണ്ട് വരും, ഇത് ഗുഗേഷിനെ വിളിച്ചുകൊണ്ട് വരും. ഞാൻ നല്ല ടെന്നീസ് പ്ലെയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താണ് നാട്ടിലൊക്കെ ഇങ്ങനെ കാഷ്വൽ ഗെയിംസിലൊക്കെ ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞേ. അപ്പോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന്റെ വേൾഡ് അതോറിറ്റിന്ന് വെച്ചാൽ നമ്മൾ ഓവർ റൈഡ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ ഒരു വിചിത്രമായ സിറ്റുവേഷനൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഉം. അപ്പൊ അതുണ്ട്. അപ്പൊ ഗുരുവിനെ ട്രസ്റ്റ് ചെയ്യണം, അത് ഉറപ്പാ. അതേമാതിരി തന്നെ ഈ ഇതിപ്പോ മെയിൻ കാര്യമുണ്ട്, ഒരു ചൊല്ലുണ്ട് ഇന്ത്യയിൽ, അതായത് ശിഷ്യൻ റെഡിയായാൽ മതി ഗുരു താനെ എത്തിക്കൊള്ളുന്നു. ആ. അത് എങ്ങനെയാ അത് വർക്ക് ചെയ്യണേന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിലൊരു യുക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെ അതെ അല്ല അത് എപ്പിസ്റ്റമിക് നീഡ് വരുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അല്ല അതിപ്പോ എന്താണെന്നറിയോ, ഈ ബുദ്ധി അല്ലെങ്കിൽ പരിജ്ഞാനം അല്ലെങ്കിൽ കഴിവ് ജന്മനാ ലഭിച്ചതാണ് എന്നുള്ള ഏതോ തിയറി എവിടെയൊക്കെ ഉണ്ട്. മനസ്സിലായ? അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം കൊണ്ട് ബുദ്ധി കിട്ടിയതാണെന്നുള്ളത്. അത് ചിലപ്പോ ഒരു ഈ ട്രൈബൽ ഇതിലൊക്കെ അങ്ങനെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് മറ്റേ എന്താ പറയാ നഗരത്തിൽ ജീവിക്കുന്ന ഒരാള് എന്തായാലും ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളെക്കാളും പല കാര്യങ്ങളിലും വിവേകം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ വിവരം ഉണ്ടാവും ഇല്ലേ? അപ്പൊ അതെ അതെ ആ ഒരു ഇതുണ്ട്. അപ്പം അല്ല ഇൻഫർമേഷൻ പ്രോസസിംഗ് പവർ അല്ല ഈ മോഡൽസ് എന്നുള്ള സാധനം ആ പെർസ്പെക്റ്റീവിൽ ഇല്ല. റോ ഇൻഫർമേഷൻ പ്രോസസിംഗ് പവർ ജനറ്റിക് ആയിരിക്കാം. അതെ 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 മോഡൽ ഒന്നാ ബുദ്ധി വിടുന്നുണ്ട്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ബോറോയിങ് അതർ പീപ്പിൾസ് വിസ്ഡം അല്ലേ? അതെ അതെ ബോറോ അല്ല, നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുകയാണ് സീറോ കോസ്റ്റിന്. ശരിക്കും സീറോ കോസ്റ്റ് മാർജിനേ ഉള്ളൂ അല്ലേ? അതായത് വൺസ് ഒരു മോഡല് ആരെങ്കിലും ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറി വന്ന് അത് വായിക്കോ, അല്ലെങ്കിൽ ആ മോഡലിൽ കോമ്പറ്റൻസ് ഉള്ള ഒരാളായിട്ട് ഒരു അരമണിക്കൂർ ഇന്ററാക്ഷൻ മതി. അല്ല മൾട്ടി മോഡൽ തിങ്കിങ് പിന്നെ എവിടെയാന്ന് പറയാ പ്രശ്നം, ഈ മൾട്ടിപ്പിൾ മോഡൽ വെച്ച് തിങ്ക് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ഈ ഫ്ലാറ്റ് മാപ്പ് ചെയ്യണ ഒരു ലീനിയറൈസ് ചെയ്യാന്ന് അറിയണം, പ്രയോറിറ്റൈസ് ചെയ്യോ. അതെ അത് യൂണിഫിക്കേഷൻ ആണ് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഒരു വേണ്ടത്. അല്ല അത് അതിനാണ് ഈ ഹൊറിസോണ്ടൽ സബ്ജക്ട്സ് ഉണ്ടല്ലോ, മാത്തമാറ്റിക്സ്, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്സ്. കമ്പാരിറ്റീവ് ഫിലോസഫി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ വേദാന്തവും വെസ്റ്റേൺ ഫിലോസഫിയും തമ്മിലുള്ള കമ്പാരിസൺ. പിന്നെ എക്കണോമിക്സ്, ബിസിനസ്, ഫൈനാൻസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ മൂന്നും അബ്സ്ട്രാക്ട് ലെവലിൽ അറിയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എക്കണോമിക്സ്, ബിസിനസ്, ഫിനാൻസ്. സോഷ്യോളജിയും കൂടി ആഡ് ചെയ്യോട്ടോ അതിനകത്ത്. അല്ലല്ല അത് ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ അല്ല സാറ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അങ്ങനല്ല. അങ്ങനത്തെ ഗുരുവിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നല്ല, എങ്ങനെ അറിയും റൈറ്റ് ഗുരു ആണോന്ന്? പറഞ്ഞില്ല ബ്ലൈൻഡ് ആയിട്ട് ബ്ലൈൻഡ് അവിടെയാണ് പ്രശ്നം. ഒരു മിനിറ്റ് കേട്ടോ. ഗുരുവിനെ ഫാക്ച്വൽ ഈ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാന്ന് പറയുന്നത് ഗുരുവിനെ ഫാക്ച്വൽ ഡാറ്റാബേസ് ആയിട്ട് കാണുമ്പോഴാണ്, പ്രൊസീഡ് ബൈ ആസ് എ സർവീസ് എടുക്കുമ്പോഴാണ്. അത് എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഒരിക്കലും സൊല്യൂഷൻ കൊടുക്കാറില്ല, ഓപ്ഷൻസേ കൊടുക്കാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? സോ ഐ ആം അസ്യൂമിങ് ദ പേഴ്സൺ ഇൻ ക്വസ്റ്റ്യൻ വിൽ ബി ഏബിൾ ടു എന്താ പറയാ, ഐദർ ഹി ഷുഡ് ആസ്ക് ഒരു സ്പെസിഫിക് ഈ ഡോൺ ബീറ്റ് അറൗണ്ട് ദ ബുഷ്, അതായത് ഇന്ന സാധനം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ ജോലി പോകുമ്പോഴോ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് പ്രോബ്ലം വരുമ്പോൾ മാത്രം എന്നെ ഓർക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ് ഈ പ്രൊസീഡ് ബൈ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതല്ല ഇപ്പൊ ഓക്കെ അതൊരു ഭയങ്കര പ്രോബ്ലമാണ്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞ എന്താണ്,
എടാ നിനക്ക് ഞാൻ പറഞ്ഞു തന്നാ മനസ്സിലായി. നീ എന്തിനാണ് ഈ പ്രസീത് വൈ പറഞ്ഞത് കേൾക്കണേന്നല്ല നീ ഉള്ളിൽ നീ വിചാരിക്കണം. ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. അതായത് ഞാൻ എന്നെ സ്വയം ഒന്ന് കേൾത്തും. സോ ദാറ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോ അവർ ഐ ആം നോട്ട് വർത്തി ഓഫ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പൊ മാത്തമാറ്റിക്സിൽ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? എനിക്ക് പറ്റൂല എന്നുള്ളത്. നമ്മളായിട്ട് പരിചയമില്ലാന്ന് വിചാരിക്കാം. ഞാൻ ക്ലെയിം ചെയ്യാണ്, ഓക്കെ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഞാൻ അടിപൊളിയാക്കി തരും. ആദ്യം തന്നെ മാത്തമാറ്റിക്സ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മൾ രണ്ടുപേരും ഒരു പേജിൽ എത്തണം വേണ്ടേ? അപ്പൊ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും എന്താന്ന് വെച്ചാല് പ്രോബ്ലം സോൾവിംഗ് ആണോ? അപ്പൊ എന്ന സ്ഥാനത്ത് മാത്തമാറ്റിക്സ് ആസ് എ കൾച്ചറൽ അസെറ്റ്, ഇറ്റ്സ് എ ലാംഗ്വേജ്. ഇറ്റ് ഹാസ് ഗോട്ട് 4 ആസ്പെക്ട്സ്. അതായത് മോഡലിംഗ്, റെപ്രസെന്റേഷൻ, കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇതാണ് എന്റെ വ്യൂ. ആ പോയിന്റ് ഓഫ് വ്യൂല് ഒരു ബുക്കില്ല പഠിപ്പിക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ വേറെ രീതി പറയാം, കുറച്ചുകൂടി കോൺക്രീറ്റ് ഭാഷ പറഞ്ഞുതരാം. അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കോ അതേ അൽഗോരിതത്തെ കുറിച്ച് പഠിക്കോ? ശരിക്കും അൽഗോരിതത്തെ കുറിച്ച് പഠിക്കണമല്ലോ. അപ്പൊ അൽഗോരിതത്തെ കുറിച്ച് പഠിക്കാനാണ്. പക്ഷെ മിക്ക ആൾക്കാരും ലീഡ് കോഡിൽ അതല്ല ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കണ ആൻഡ്രോയിഡിൽ എന്തുകൊണ്ട് റെഡ് ബ്ലാക്ക് ട്രീ ഉപയോഗിക്കുന്നു? അല്ല അവർ ഏവിയൽ ട്രീ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് അവർ റെഡ് ബ്ലാക്ക് ട്രീ ഉപയോഗിക്കുന്നില്ല? പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും റെഡ് ബ്ലാക്ക് ട്രീ ഏത് മാപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് അല്ല, ആ ഡിഫറൻസ് ശിഷ്യന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. സാർ ഈ പറയുന്ന ഡിഫറൻസ് ശിഷ്യന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷെ ഒരു ഡിസ്കഷൻ ഇടുമ്പോൾ അയാൾ അങ്ങനെ ഡിഫറൻസ് ഒന്നും കണ്ടു വരാൻ പറ്റില്ല ഒരു ശിഷ്യൻ എന്നാണ് എന്റെ. അല്ല ഞാൻ വരുന്ന കാര്യമല്ല പറയണേ. ഈ വന്നാൽ തന്നെ ഇപ്പൊ ഒരാൾ കോമ്പറ്റന്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യണമല്ലോ. അല്ല, അത് അവിടെയാണ് ഇപ്പൊ, അതായത് ശിഷ്യൻ റെഡി ആകുമ്പോ ഗുരു വരും എന്ന് പറയില്ലേ, അതേ അവിടെ നടക്കുള്ളൂ. ശിഷ്യന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പദ്ധതിയാണ്, അതായത് ഇതിനെ പ്രോഗ്രാമാണ് ഞാൻ ആൾക്കാരെ മുന്നോട്ട് വെക്കണേ. പക്ഷെ ആൾക്കാർ പറഞ്ഞേ ഞാൻ നിന്റെ നിന്നും പഠിക്കും, ഞാൻ അവന്റെ നിന്നും പഠിക്കും എന്ന് പറയും. 2 ഓണ്ടോളജിയാണ് അവനുണ്ടാവണം അപ്പൊ തന്നെ, മനസ്സിലായ? പഠിക്കും അവന്റെ പഠിക്കുന്നു. അപ്പോ ഞാൻ എല്ലാവരെയും തുല്യരായിട്ടാണ് കാണണേ. അപ്പൊ എന്നെ പിടിച്ച് ചുറ്റുള്ളവരായിട്ട് എന്നിലൊരു ഡിഫറൻസ് കാണാതെ അവൻ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരണ്ടേ? അല്ല, അപ്പൊ അതെന്തുകൊണ്ടാ? അതായത് പൊട്ടൻഷ്യൽ മെന്റിക്ക് അവിടെ ഒരു എപ്പിസ്റ്റമിക് ഔട്ട്ലുക്ക് ഇല്ല അബൌട്ട് ദ വേൾഡ്. അല്ല, അതുണ്ടാവണത് എങ്ങനെയാ? അതിപ്പോ അത് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. കാരണം ഇത്രയും ക്രൗഡഡ് പ്ലേസിൽ ജോലി കിട്ടുക, മറ്റേ പ്രോക്രിയേറ്റ് ചെയ്യുക, വീട് വെക്കുക, മരിക്കുക, അങ്ങനെയുള്ള മെജോറിറ്റി പോണേ. അപ്പൊ ആ ഒരു ഇത് വരില്ലല്ലോ. അല്ല, ഞാനൊരു സ്ട്രോങ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് മറ്റേ അങ്ങനെ ആരെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ? അല്ല, ഓക്കെ, അതായത് ഓൾറെഡി പെർസെപ്ഷൻ തെറ്റായ ആൾക്കാര് ഇല്ല, മാർജിനൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഈ മറ്റേ ക്യാച്ച് ദം യങ് എനിക്ക് മനസ്സിലാക്കാം. ക്യാച്ച് ദം യങ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണേ. മറ്റേത് സംഭവിച്ചിട്ടുണ്ടോ? അതായത് മറ്റേത് ഇപ്പൊ ഒരാള് സംഭവിച്ചു. ഒരാളുടെ കേസിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് മര്യാദക്ക് കാര്യങ്ങൾ ചെയ്തു. അയാൾക്ക് മോഡൽ തിങ്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. ഇപ്പൊ മോഡലേ പറയണോ ചെയ്യുന്നില്ല. പക്ഷെ അവിടെ ഈഗോ വട്ടം വന്നല്ലോ പുള്ളിയുടെ. പുള്ളിയുടെ ഈഗോ വന്നതെന്ന് പറഞ്ഞ ഓക്കെ, നമുക്കത് ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ വന്നാന്ന് വെക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ പട്ടിയുടെ വാല് പന്തീരാണ്ട് കുഴലിലിട്ടാലും വളഞ്ഞിരിക്കണു കേട്ടോ. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിയർ, അൺസർട്ടനിറ്റി, ഡൗട്ട് ഉള്ളവർക്ക് ഒരിക്കലും അവരെ മെന്റർ ചെയ്യാൻ പറ്റില്ല. അതായത് അവരുടെ അത് കുറച്ചാൽ മെന്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ മെന്റർ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ
ഗെയിം തിയറി പഠിക്കണമെങ്കിൽ IIM പോണെന്ന്. അപ്പൊ എത്ര പേർക്ക് ഇനിയിപ്പോ ഈ ഗെയിം തിയറി അതിന്റെ പേ ഓഫ് മെട്രിക്സും സീറോ സം ഗെയിമും അൽഗോറിതമിക് ഗെയിം തിയറി ഒക്കെ പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ നമ്മള് ഗെയിം തിയറിയുടെ ഒരു എക്സ്പെർട്ട് ആവാനല്ല നോക്കുന്നത്, ഗെയിം തിയറിയുടെ കീ റിസൾട്ട്സ് ഒരു മോഡലായിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. ഓക്കെ, നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? എന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സെറ്റ് തിയറിയുടെ ഡയഗ്രമാണ് മനസ്സിലുള്ളത്. അത് ഇപ്പൊ കുറച്ചും കൂടി ഒരു മോഡൽ ഡ്രിവൺ അപ്രോച്ചിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലം സ്പേസ് ടൈല് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് മോഡൽസ് വെച്ച് ടൈൽ ചെയ്യാം. ആ മോഡൽസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ഇല്ല, അങ്ങനെ എടുക്കാം. അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി ഹോമോജീനിയസ് മോഡൽ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ ചെയ്യുമ്പോൾ പാർട്ടീഷൻസ് നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കണം. It should exhaust the whole space or plane, whatever it is. അപ്പോ ഇതിനെക്കുറിച്ച്, ഇതിന്റെ അപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ് എടുത്തവരോട് മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ ഫുൾ ഫോം പോലും അവർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് എങ്ങനെ അക്കൗണ്ട് ചെയ്യും? കാരണം ഞാൻ ആദ്യം പറഞ്ഞുതരാം, അതിന്റെ അപ്ലിക്കേഷൻ ഫസ്റ്റ് റിലേഷണൽ ഡാറ്റാബേസിലാണ്, ഡാറ്റാബേസ് പാർട്ടീഷനിങ്ങിന്, പിന്നെ പോലീസിങ്ങിലുണ്ട്, പിന്നെ മിക്ക സ്ഥലത്തും ടൈല് പിരമിഡ് ആവണം എങ്ങനെ. അങ്ങനെ ഞാനൊരു 5-6 ആനക്ഡോട്ട്സും എങ്ങനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്, കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് തത്വം വെച്ച് ചിസ്റ്റ ഡാറ്റയുടെ അസറ്റ്സ് അഗ്രഗേറ്റ് ചെയ്തിരുന്നതെന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുക്കും. അവരത് പിന്നെയും ആൾക്കാർ എന്താ പറയുക, അത് മെക്കിൻസിയുടെ മോഡലാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എടുക്കാറുണ്ട്. എന്നോട് ഒരു കൂടി പറഞ്ഞതെന്ന് വെച്ചാല് ഇത് ഞാൻ പ്രോബബിലിറ്റിയുടെ ബുക്കിൽ നിന്ന് കണ്ടിട്ട് ഈ പോലീസിങ്ങിന്റെ തിയറി കൊണ്ടൊരു ഡയഗ്രാം കണ്ടപ്പോ ഫോർമുലേറ്റ് ചെയ്തത്, മനസ്സിലായ? പിന്നെ ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഒരു ഡിസ്ജോയിന്റ് സെറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ അതിന്റെ യൂണിയൻ ഷുഡ് ബി ഒമേഗ. അതാണ് അതിന്റെ ഗെയിം, മനസ്സിലായില്ലേ? അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, കളക്റ്റീവ്ലി എക്സോസ്റ്റീവ്. അത് ഇപ്പൊ ലോങ് ടെയിൽ എന്ന് പറഞ്ഞ ഫിനോമിന പഠിപ്പിക്കാൻ നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ലോങ് ടെയില് നിങ്ങൾ പഠിച്ചു, അതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിക്സ് സിഗ്മ എന്താന്ന് മനസ്സിലാവും. പിന്നെ മറ്റേ എന്താ പറയാ, റീറ്റെയിലിന് അതെങ്ങനെ അപ്ലിക്കബിൾ ആവുന്നു, ബഗ് ഫിക്സിംഗിൽ എങ്ങനെ അപ്ലിക്കബിൾ ആവുന്നു, ഓട്ടോമേറ്റഡ് കാറിൽ എങ്ങനെ അത് അപ്ലിക്കബിൾ ആവുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രാറ്റജിക് തിങ്കിങ് ടൂൾസ് കിട്ടാനൊരു വഴിയില്ല മിക്കവർക്ക്. കൊടുത്താൽ തന്നെ അത് എടുക്കുന്നില്ല, കാരണം അത് ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അത് ആൾക്കാർ കാണുന്നത്, മനസ്സിലായോ? അപ്പൊ അതെങ്ങനെ അത് ഇത് ചെയ്യണേന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് അവിടം വരെ പോണ്ടല്ലോ, നമുക്ക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നോക്കാം. അതായത് ഇംപ്ലിമെന്റേഷൻ ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് മോഡല്, ഡിസൈൻ, ആർക്കിടെക്ചർ, ഒരു ബോട്ടം അപ്പ് വ്യൂല് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പഠിപ്പിക്കണേ. പക്ഷേ ഇംപ്ലിമെന്റേഷൻ ടെക്നിക്സ് പഠിക്കുമ്പോഴേക്കും ഇവന് ജോലിയും കിട്ടും, ഇവൻ മാൻ ഓഫ് ദി മന്ത് അവാർഡും കിട്ടുവാന്. പിന്നെ പുള്ളിക്ക് എൻ്റെ ഡിസോസിയേറ്റ് ചെയ്യാന്നില്ല. കാരണം ഇപ്പൊ ചില സ്ഥലത്ത് ഞാൻ ലാഫിംഗ് സ്റ്റോക്ക് ആണല്ലോ, ഇവിടെ അപ്പൊ ഈ ലാഫിംഗ് സ്റ്റോക്ക് അവന്മാരെ കൊണ്ട് എന്നെ പുച്ഛിപ്പിക്കണത് തന്നെ എന്തിനാന്ന് വെച്ചാല് അവരോട് കലിപ്പുള്ളവർ എന്റെ ശിഷ്യനാവനാ. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആൾക്കാർ നോക്കൂല. അപ്പൊ നമുക്കറിയാലോ ഇപ്പൊ എന്ത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് ചെയ്യാൻ പോണെന്നുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ സെഗ്മെന്റിൽ നിന്ന് വന്ന ഒരുത്തന്നെ, ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയുണ്ട്, പുള്ളിയുടെ അടുത്തുനിന്ന് വരുന്ന ക്രിസ്ത്യൻസിനെ ഞാൻ ഭയങ്കര സംശയത്തോടെ കാണുള്ളൂ. കാരണം പുള്ളി എൻ്റെ അടുത്ത് എത്തണേക്ക് മുമ്പ് ഞാൻ വർഗീയവാദിയാണെന്നും എന്നെ കുറിച്ച്, അതായത് ഈ മന്നവൻ എന്നെ ആദ്യം അടിക്കുന്നു എന്നിട്ട് ചിന്തിക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട് എൻ്റർ ചെയ്യുമ്പോ. പക്ഷെ ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ സബ്ജക്ട് മാറ്റർ തന്നെ ഒരു എന്താ പറയാ,
ഇപ്പൊ ജാവ സ്വിംഗ് വെച്ച് ജാവ പഠിപ്പിക്കുക. നിങ്ങളുടെ ടേക്ക് എന്താണോ അതുമ്പോ? അല്ല, ഞാൻ PBIOT സബ്സ്ക്രൈബർ ആണല്ലോ. അല്ല ഈ കേരളത്തിൽ ഒറ്റ പ്രൊജക്ട് പോലും ചിലപ്പോൾ സ്വിംഗിൽ ഉണ്ടാവില്ല. ചിലപ്പോ 100 ഉണ്ടാവുള്ളൂ. അതായത് 10,000 ജാവ പ്രൊജക്റ്റുകൾ അല്ലേ? അത് വെച്ച് പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വിൻഫോംസ് വെച്ച് മറ്റേ .NET പഠിപ്പിക്കാം. പഠിപ്പിക്കാലോ, അതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് കാരണം എന്റെ കണ്ണില് ഒരാൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് വിൻഫോംസിൽ കോഡ് ചെയ്യുന്നത്. ഇപ്പൊ ആള് സ്റ്റാർട്ട് ചെയ്യണത് കൺസോളിൽ നിന്നാണെങ്കിലും വിൻഫോംസിൽ നിന്നാണെങ്കിലും അല്ല, വിൻഫോംസ് ആകുമ്പോ എന്താ അറിയാമോ, അല്ല കൺസോളിൽ നിന്നാണ് തുടങ്ങണമെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ഒരു ഫീല് കിട്ടണമല്ലോ. ഇപ്പൊ 2 നമ്പർ ആഡ് ചെയ്യുമ്പോ ഒരു പ്രോംപ്റ്റ് ചാടി വന്നാൽ ഒരു GUI ആപ്ലിക്കേഷൻ എഴുതും അയാൾ. ഇനിയിപ്പോ അവിടെ തന്നെ ഉണ്ട് ഈ സ്കാനർ ഒന്നും മറ്റേ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിലേ എഴുതുള്ളൂ. അതെന്തിനാന്ന് വെച്ചാല് അപ്പൊ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടും റീഡയറക്ഷൻ ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് ചെറുതെ. പക്ഷെ അപ്പൊ ഇവര് നോക്കണെന്ന് വെച്ചാല് ഇപ്പൊ ആരാ ഉപയോഗിക്കണേ? സ്പ്രിംഗ് ബൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ചു പോവാം. എന്നിട്ട് ഈ സ്പ്രിംഗ് ബൂട്ടിന്റെ ഗുരു അവനെ അയാളുടെ ഇൻഫീരിയർ ക്ലോൺ ആക്കും. പക്ഷെ ഇവിടെ മോഡലൊന്നല്ല. അതായത് യു ക്യാൻ ബിക്കം ബെറ്റർ ദാൻ മീ ഇൻ വട്ട് എവർ സബ്ജക്ട് മാറ്റർ യു ചൂസ്. മനസ്സിലായോ? അപ്പോ എന്തിന് ഞാൻ അവിടെ ഇതാണ് കാരണം, ഒരു സർട്ടൺ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൈം യു സ്പെൻഡ് വിത്ത് സംതിങ് റിയലി മാറ്റേഴ്സ്. അതിന് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എ ബെറ്റർ അതോറിറ്റി ദാൻ എനിവൺ ഔട്ട് ദർ. ഇപ്പൊ 10,000 മണിക്കൂർ എഫേർട്ട് ഇട്ടെന്ന് വെച്ചു ഇടുമ്പോ കറക്റ്റ് എന്തെങ്കിലും ഇത്തിരി വ്യാപ്തിയുള്ള സ്ഥാനത്തും ഇടണം കേട്ടോ. ഏതെങ്കിലും ഒരു ഡൊമൈനില് ഇപ്പൊ .NET പഠിക്കാൻ വേണ്ടി 10,000 മണിക്കൂർ ഇടുന്ന വേണ്ടതല്ലോ. മനസ്സിലായില്ലേ? കാരണം .NET പഠിക്കാൻ വേണ്ടി ഒരു 100 മണിക്കൂർ തത്വത്തിലിട്ടിട്ട് ചെയ്ത് പഠിക്കുക വേണ്ടത്. അത് ഷേണായി പറഞ്ഞ മാതിരി ഇനഫ് ഓഫ് കാമസൂത്ര നൗ ഇറ്റ് ഈസ് ടൈം ടു ഡു സെക്സ് എന്ന്. ആ ഒരു പ്രശ്നം. അപ്പൊ ഒരാള് ഗുരുവാണോ എന്ന് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ശരാശരി ക്രിസ്ത്യനോ മുസ്ലിമോ എൻ്റെ അടുത്ത് വരുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടിയായിരിക്കും ആള് വരിക. ഇയാള് വേദാന്തം പറയുന്നു, പിന്നെ എന്താ പറയാ മറ്റേ കമ്മ്യൂണിറ്റീനെ അടച്ചാക്ഷേപിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവുക. അത് എളുപ്പമാണല്ലോ പെട്ടെന്ന് ചോദിച്ചു വരാറുണ്ട്. സിറ്റുവേഷൻ വരുമ്പോ എന്ത് ചെയ്യും? അല്ല അങ്ങനെ കടന്നു വരുന്ന നോളജ് ആണ് പിക്ക് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ സെൻസ്. അല്ല ഇപ്പൊ ഞാൻ അങ്ങനെ കടന്നു വന്ന എത്രയോ ക്രിസ്ത്യൻസും മുസ്ലിംസും മറ്റേ കമ്മ്യൂണിസ്റ്റുകാരും എൻ്റെ നോളജും ഞങ്ങള് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അവിടെയാണല്ലോ ആ ഗെയിം. അതായത് എന്റെ പൊളിറ്റിക്കൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ മെയിൻ കുറച്ചുകൂടി പച്ചയായിട്ട് പറഞ്ഞുതരാം. Nobody can block a Muslim become a chief minister of Kerala in 20 years time. Nobody can block. And that is a fact. പക്ഷേ അയാള് എവിടെ നിന്ന് വരുന്നു? ഒരു സെക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥലത്ത് നിന്ന് തന്നെ അയാള് ഒരു ഇസ്ലാമിക് പാർട്ടിയുടെ ആളായി എന്ത് പറ്റും? ശരിയാ വരും. ഇവിടെ ഇന്ത്യ. അപ്പോ അവര് നോക്കുന്ന എന്താണ്? അതായത് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെ തടയുന്നവര് മുസ്ലിങ്ങളുടെ എതിരാളിയായിട്ട് എന്നുള്ള അവര് ഗെയിം കളിക്കും. മനസ്സിലായില്ലേ? ഇവിടുത്തെ സെക്കുലർ പാർട്ടീസും അങ്ങനെ നിൽക്കും. അപ്പോ എനിക്കിപ്പോ എന്റെ ഫ്രണ്ടായ മുസ്ലിമിനെ ക്രിസ്ത്യാനിനെ കണ്ടിട്ട് എനിക്ക് മറ്റേ ഈ പൊളിറ്റിക്കൽ ഫോഴ്സിനെ വെള്ളപൂശാൻ പറ്റുമോ? ഒരു ബന്ധത്തിന് വേണ്ടി? അല്ല, അവർക്ക് BJP അറ്റാക്ക് ചെയ്യാമല്ലോ, നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അവര് BJP തുടരെ നമ്മളോട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ? അവർ റോട്ടിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കട്ടെ. നമ്മളോട് ചെയ്യണത് എന്താ കാര്യം? നമ്മൾ അവർക്ക് വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് എനിക്ക് ഒബ്ജക്ഷൻ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സും മുസ്ലിം എംപ്ലോയേഴ്സും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ മറ്റേ എന്താ പറയാ ഈ ഹിന്ദുത്വമൊക്കെ ഫാഷൻ ആവണേക്ക് മുമ്പ് ഞാൻ ഇപ്പൊ എന്താ പറയാ ഞാൻ പല കമ്പനികളിലും കോയമാരുടെ മുന്നിൽ തന്നെ എന്റെ ഐഡിയോളജി അവർക്കറിയാം. ആ ലെവലൊക്കെ എത്തുമ്പോ എന്ന് വെച്ചാൽ ദേ ക്യാൻ ആക്ച്വലി ട്രാൻസെൻഡ് ദാറ്റ്. മനസ്സിലായോ?
അപ്പൊ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒവൈസിനെയും ഇനിയിപ്പോ മുമ്പിൽ വരുന്ന എന്താ പറയാ ഇപ്പൊ എന്നെ കൺവേർട്ട് ചെയ്യാൻ വരുന്ന മുസ്ലിമിനെ ഇനിയിപ്പോ എന്നെ കൺവേർട്ട് ചെയ്യാൻ വരുന്ന ക്രിസ്ത്യനെയൊക്കെ മറ്റേ നമുക്ക് അളക്കാൻ പറ്റുന്ന എങ്ങനെയാ മുസ്ലിംസും ക്രിസ്ത്യൻസായിട്ട് അടുത്ത ഇടവഴി കൊണ്ടാണ് അല്ലേ പറ്റൂ. അപ്പൊ അവിടെയാണ് ഇതിന്റെ കാര്യം. ഇതിപ്പോ കേരളത്തിലൊക്കെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പറ്റുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവൻ ഭയങ്കര സെക്കുലർ ആയിരിക്കും. ഏതൊരു കാക്ക പിടിച്ചാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി പിടിച്ചാലും പിടിച്ചല്ലേ അപ്പൊ അവൻ പെട്ടെന്ന് ഇത് അങ്ങനെയല്ല. അതായത് ഒരു ഇന്ത്യക്ക് ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിന് പുറകിൽ കുറെ ജ്ഞാന സംഹിതകളുണ്ട്. ലാസ്റ്റ് 50 കൊല്ലത്തെ ഭരണാധികാരികൾ അത് നമ്മുടെ ഇത് മൂടി വെച്ച് നമ്മൾ ഇൻഫീരിയർ ആണ്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, മറ്റേ വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസിക്ക് പലതും പറ്റുള്ളൂ എന്നുള്ളതൊക്കെ അങ്ങനെ ധരിപ്പിച്ചു. ലാസ്റ്റ് 10-15 കൊല്ലമായിട്ട് കണ്ടില്ല. ഇപ്പൊ യോഗിയൊക്കെ അയാളുടെ ആസ്തയം കാണിക്കുന്നുണ്ട്, അയാൾ ഉഗ്രനായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ പ്രൊപ്പഗാൻഡയുടെ പുറകിലാണ്. അതായത് നിങ്ങൾക്ക് ഹിതകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോ ഈ ഡിസ്കഷൻ തന്നെ ഉണ്ടാവാൻ കാരണം ഒരു അയാളുടെ രണ്ടുപേരും ഡീൽ ചെയ്യണ അയാൾക്ക് ഒച്ചയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് അയാളുടെ ഒരു കൺഫർമേഷൻ ബയാസ് ഉണ്ട്. അത് ഇപ്പൊ ജാവ ഇപ്പൊ എന്നെയൊക്കെ കൂടുതൽ ജാവയിൽ കാലങ്ങൾ ഒന്നാമത് C++ പഠിച്ചു കഴിഞ്ഞാല് ഈ ജാവയും C# കയ്യിൽ എംബഡഡ് ആണ്. പിന്നെ ഈ C# എന്റെ ഫസ്റ്റ് പ്രൊജക്ട് തന്നെ മറ്റേ കമ്പൈലറും മറ്റേ സാധനമൊക്കെ. അപ്പൊ ഈ ചെയ്തേക്കുന്ന ഡെലിവറബിളും അഡ്വൈസ് ചെയ്യുമ്പോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നോക്കുമ്പോ. മനസ്സിലായില്ലേ? അതിപ്പോ എന്താ പ്രശ്നം, ഈ കമ്പനികളിൽ റിവാർഡ് ചെയ്യുന്നത് ആരെയാ? സ്കില്ലന്മാരെയാ. അത് സമ്മതിക്കുമല്ലോ അല്ലേ? നോളജ് ഉള്ളവനെ സംശയത്തോടെ, കാരണം പണിയെടുക്കാതെ ജീവിക്കുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാലോ കേരളത്തില്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു NP ഹാർഡ് പ്രോബ്ലം എന്റെ കയ്യിൽ കിട്ടി. ഞാനൊരു മാസം വെച്ച് കണ്ടിരുന്നിട്ട് ഞാൻ പറയുന്നത് ഇത് NP ഹാർഡാണ്, പറ്റില്ല എന്നുള്ളത്. അപ്പൊ NP ഹാർഡാണെന്ന് അറിയാത്ത ഒരുത്തൻ 6 മാസം വർക്ക് ചെയ്തു. അപ്പൊ ഏതാ ബെറ്റർ? അപ്പൊ ഈ NP ഹാർഡ് എന്താണ്, ഇനിയിപ്പോ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ഉണ്ടോ, അതൊക്കെ ഇവരെവിടെ നിന്ന് അറിയും? മനസ്സിലായി? അപ്പൊ എങ്ങനെയാണ് ഇത് എന്താ പറയാ, പിന്നെ ഈ പ്രോഗ്രാമിംഗ് ഒരു തൊഴിലായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഒരു ആവിഷ്കാരത്തിന്റെ സാധ്യതകൾ തരുന്നുണ്ട്, ക്രിയേറ്റിവിറ്റിയുടെ സാധ്യതകൾ തരുന്നുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാതെ ഇനി അല്ലെങ്കിൽ അത് തരുന്ന ഇന്റലക്ച്വൽ ബ്രെഡ്ത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ പ്രോഗ്രാമിംഗിൽ നിൽക്കുന്നത് ഒരു ബോറൻ വേ ഓഫ് ലൈഫ് ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഉദരപൂരണത്തിന് അല്ലെങ്കിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിലോട്ട് വന്നിട്ട് ഇതിലൊരു ഇൻട്രസ്റ്റ് വരിക, എന്തെങ്കിലും നമുക്ക് കട്ടബോധ റെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴാണ് അതിലൊരു ഇൻട്രസ്റ്റ് വരിക. ശരിയല്ലേ? അപ്പൊ അതിലോട്ടുള്ളൊരു പ്രയാണത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വേണം ഈ മെന്ററിങ്ങിനെ കാണാൻ. പക്ഷേ സങ്കടം വരുന്ന എവിടെയാന്ന് വെച്ചാല് ഈ ജനറിക് ടൂൾസ് ഉണ്ടല്ലോ, ടൂൾസ് വിച്ച് കട്ട് അക്രോസ് സ്പെക്ട്രം, അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ടൈമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ എന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ റിട്ടേൺ ഒരു എന്താ പറയാ തുടരെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലേ? ഇപ്പൊ ലേൺ ഫോർ റീസണിങ് വേഴ്സസ് ലേൺ ഫോർ സ്കില്ല് തന്നെ, അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ വേഴ്സസ് ബോട്ടം അപ്പ്, ഈ രണ്ട് കാര്യങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമാർക്കബിൾ ഇമ്പാക്റ്റ് ആണ് ആൾക്കാരുടെ ലൈഫിലുള്ളത്. ഇതിന്റെ ഉള്ളില് പ്രശ്നം ഉണ്ടാവണ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ നോളജ് ക്രൗഡിന് മുകളിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒറ്റയടിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ? ഇവിടെ കിട്ടിയ ഇത് മോണിറ്റൈസ് ചെയ്യാൻ നോക്കിയിട്ട് പുരിവാലി പിടിച്ചവരുണ്ട് കേട്ടോ. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഇവര് വന്ന് എന്റെ കുറച്ച് പഠിക്കും, അത് കണ്ട് ഇവര് നമ്മളെയൊക്കെ പേയ്മെന്റ് ഉള്ള ഒരാളെ കാണും, ഇത് അവനെ കണ്ടോ അവന്റെ പേയ്മെന്റ്, നിങ്ങളൊക്കെ ഇവിടെ അണ്ടർപെയ്ഡ് ആയിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചോയ്സ് ആണെന്നല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവനെ പിടിച്ചിട്ട് ഫർദർ എൻകറേജ് ചെയ്ത് അവൻ കവറ്റ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് വിടും.
അവിടെ ചെല്ലുമ്പോഴാണ് ഇവന്റെ ലൈഫ് സ്ക്രൂഡ് ആയത് മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ നിന്ന് വരാൻ പറ്റില്ല. അപ്പൊ അതിനെ ഞാൻ വിളിക്കുന്നത് പോസിറ്റീവ് പാരാന്നാ. മനസ്സിലായോ? സി അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പോ ചുറ്റുമുള്ളവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നലൊരു ഭയങ്കര റിസ്ക്കാ. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ നാക്കുണ്ടെന്നുള്ളൊരു പ്രപഞ്ച സത്യമാണ്. അത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലേ നമ്മളത് നിരാകരിക്കാവൂ. ഉള്ളില് ശത്രുവിനെ അറിയണമെന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ അതൊരു നോളജ് ഒരു ഇൻഫൈനൈറ്റ് ഗെയിമാണ്. അല്ല, അത് അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ലൈഫിന്റെ ഇതിലെ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ഇനിയിപ്പോ വാട്ട് എവർ യു ഹാവ് അക്യൂർഡ്, അത് പുട്ട് ഫോർവേഡ് ചെയ്യലും അത് അപ്ലൈ ചെയ്യാനും അത് ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ നല്ല പൊളിറ്റിക്കൽ വിസ്ഡം വേണം. വേണ്ടേ? ഇപ്പൊ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് DSL പുഷ് ചെയ്യണം, ഒരു സൊല്യൂഷൻ. വെള്ളം കുടിക്കും അവിടെ. XML പേജിലൂടെ കോൺഫിഗറേഷൻ മതിയല്ലോ. അതല്ലെങ്കിൽ നമുക്ക് മൈക്രോ സർവീസ് പറഞ്ഞിട്ടാ പോരെ. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ ഒരു പ്ലഗിൻ ആർക്കിടെക്ചർ ഉണ്ടാക്കിയാൽ പോരെ. അപ്പൊ അവിടെ അതാണ് എലഗന്റ്, അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അത് ഡിഫെൻഡ് ചെയ്ത് വരുമ്പോഴാണ് അവിടെയാണ് ആ ഒരു കൺസൾട്ടേറ്റീവ് നേച്ചർ വരുന്നത്. ഈ അമർത്യ സെൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. എനിക്ക് പുള്ളിയോട് രാഷ്ട്രീയപരമായിട്ട് യോജിപ്പൊന്നുമില്ല. പുള്ളി ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ മറ്റേ ചൂസിങ് നോട്ട് മെന്റർ എന്നുള്ളതിൽ സാറിന്റെ അഭിപ്രായം എന്താണ്? ചൂസിങ് നോട്ട് ടു മെന്റർ അത് കറക്റ്റ് ആണ്. പക്ഷെ എനിക്കത് ഐഡിയലി സ്പീക്കിംഗ് അത് ആ മെന്ററിങ്ങിൽ നിന്നും മറ്റേ കീപ്പിംഗ് അപ്പ് വിത്ത് ടെക്നോളജി ടു സാറ്റിസ്ഫൈ അതേഴ്സിൽ നിന്ന് ഓടാനാണ് ഞാൻ ഇംഗ്ലണ്ടിലോട്ട് വന്നേ. മനസ്സിലായോ? പുതിയ ലൈഫ് തുടങ്ങാൻ. പക്ഷെ പുതിയ ലൈഫ് തുടങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെയുള്ള കുറച്ച് ഓപ്ഷൻസ് അറിയണമെങ്കിൽ വീണ്ടും പഴയ പൊളിറ്റിക്സിലോട്ട് പോകണം. അപ്പൊ ലൈഫ് അപ്പൊ എനിക്ക് മെന്റർ ചെയ്താൽ മതിയാവും. കാരണം അത്രയ്ക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്നെ ഇകഴ്ത്തി എല്ലാ വിഷയത്തിലും ഞാൻ പൊട്ടനാന്ന് പറയാൻ നടക്കുന്ന ഒരു 10 പേരെ എനിക്കറിയാം. അപ്പൊ അതൊരു 100 ഉണ്ടാവില്ലേ ചുറ്റും. എനിക്ക് നോട്ട് ചെയ്ത മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതുണ്ട്. അപ്പൊ പിന്നെ സ്പെയർ ടൈം ഉണ്ട്, വേറെ എന്ത് ചെയ്യാനാ? അല്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. കാരണം ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് 2-3 പേരെ ചെയ്തു. അതിൽ ഒരുത്തൻ ഇപ്പൊ ഈ അടുത്ത് സം കൈൻഡ് ഓഫ് എ സ്റ്റേജ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് വേർഡ് ഓഫ് മൗത്ത് വഴി പുതിയ ആൾക്കാർ വരുന്നതും ഇങ്ങനെ. പക്ഷെ അങ്ങനെ മെന്റർ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത്രയും നോളജ് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എന്റെ വിധിയെഴുത്ത്. അല്ല, അത് ഡൗട്ട്ഫുൾ ആണ്. അല്ല, പക്ഷെ അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ ഇപ്പൊ നോളജ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏജന്റിക് ഫ്രെയിംവർക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. പണ്ട് മെന്റർ ചെയ്തിരുന്ന ആള് മെന്ററോ ഇനി അല്ലെങ്കിൽ അയാൾ അഡ്വൈസോ അയാൾ വിളിക്കാം, കാരണം അയാൾ ആൾറെഡി സെറ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് തരും ഇവരൊക്കെ. ഇവരുടെ ഡൗട്ടുകൾ ഉപയോഗിക്കും. കരിയർ ക്രൈസിസ് വരുമ്പോ കുറെ കേസ് സ്റ്റഡീസ് മനസ്സിലാക്കും. ഇവരുടെ ഫ്രണ്ട്സിന്റെ പ്രോബ്ലത്തിനെ വിളിക്കും. പിന്നെ കുറെ ആൾക്കാർ ഞാൻ ഇതൊക്കെ ചാർജ് ചെയ്യുക, എത്ര ചാർജ് ചെയ്യണമെന്നൊക്കെ പേടിച്ചിട്ട് വരാതിരുന്നുണ്ട് കേട്ടോ. അല്ലേ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ അതൊരു വലിയ ഫാക്ടറാണ്. അപ്പൊ നോട്ട് മെന്റർ എന്ന് പറഞ്ഞാൽ, പക്ഷേ ശരത്തെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാസീവ് കൊളാബറേഷന്റെ ഉടമയായിരിക്കണം. അതാണ് പിയർ ടു പിയർ കൊളാബറേഷൻ പോരെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. പക്ഷെ പിയർ ടു പിയർ കൊളാബറേഷൻ പിയേഴ്സിനെ അവിടെ നിന്ന് കിട്ടും. അത് പറ. അല്ല, അത് പ്രശ്നമുണ്ട്. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങി. ഇപ്പൊ നമ്മൾ 10-65 വീഡിയോ അടിച്ചു. അല്ലല്ല, ഒരു വേറെ കേസ് ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് സാറ് നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചേക്കണോണ്ടാ.
അതിന്റെ ഉള്ളിൽ ഉണ്ട്, ശരിയാണ്. പക്ഷെ എങ്കിലും അത് പോരല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റിന്. ഇറ്റ് സ്യൂട്ടഡ് യു വൺസ് അപ്പോൺ എ ടൈം. ഇപ്പൊ നിങ്ങള് അവരെയൊക്കെ തിരിച്ചു പിടിക്കാനല്ലേ നോക്കണേ. കാരണം ഇവൻച്വലി യു ഹാവ് ടു ഡു വാട്ട് ഐ ആം ഡൂയിങ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അന്നത്തെ നോളജ് അപ്പറ്റേറ്റ് എന്ത് ചെയ്യും? അങ്ങനെയല്ല. ഏതാ പറഞ്ഞു. അതല്ല, ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യം തന്നെ നമ്മള് ഇപ്പൊ ഈ സെഷൻ തന്നെ ഒരു ചാൻസ് കൺവെർസേഷൻ ഇന്നുണ്ടായതല്ലേ. ഇപ്പൊ കുറെ കാര്യങ്ങള് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ആക്ച്വലി എന്താ പറയാ ഹെൽപ്പ് us ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോ പിയർ കൊളാബറേഷൻ മതി, 5 പേര് മതി. 5 വേണ്ടല്ലോ, നമ്മളിപ്പോ തന്നെ 3 പേരും കൂടി ചെയ്യണ തന്നെ ഇറ്റ്സ് ടേക്കിംഗ് us പ്ലേസസ് ഇല്ലേ? പക്ഷെ ആ ഒരു ഇപ്പൊ കഥകളും മണ്ടത്തരങ്ങളൊക്കെ കിട്ടുവോ? അതെല്ലാം പിന്നെ എന്താ പറയാ, ഈ മന്തിനെ മസിലാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടി. കാരണം നമ്മുടെ മണ്ടത്തരങ്ങൾ തന്നെ മറ്റുള്ളവർ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പൊ നോട്ട് മെന്റർ ഒരു നല്ല, പക്ഷെ ഞാൻ പറഞ്ഞ ഒരു 2-3 പേര് പറയാനോ ആവട്ടോ. അല്ല, ഇത് സൈക്കോളജി ഒക്കെ പഠിക്കാൻ നിൽക്കണത് വല്ലാതെ. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, പക്ഷെ ചരത്തെ ഈ ഇപ്പൊ എന്താ പറയാ, വല്ലൊരു 2-3 കൗണ്ടർ അറ്റാക്കാൻ ഞാൻ കാണാതെ പോയിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ? ബാക്കിയൊക്കെ അതും ഈ കുറച്ച് കഴിയുമ്പേ നമുക്ക് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ഇന്ത്യ പാകിസ്ഥാൻകാരെ ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യണതിനാ അവർ സുഹൃത്തായി പോകുന്ന പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഗാർഡ് പോകും നമ്മൾ കുറച്ച് കഴിയുമ്പോ. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ അങ്ങനെ പറ്റുന്ന അബദ്ധങ്ങളാണ്. പക്ഷെ അത്രയൊന്നും ഫാറ്റിലാവില്ല. ലാഫിംഗ് സ്റ്റോക്ക് ഒക്കെ ആവാട്ടോ. കാരണം ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ പണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരുത്തന്റെ MBA അസൈൻമെന്റ് എഴുതി കൊടുത്തു. അപ്പൊ അവൻ പോയി 2 ദിവസം ഞാൻ പൊട്ടറാണ് അവന് വേണ്ടി എഴുതി കൊടുക്കാൻ വേണ്ടി അവനെ കൊണ്ട് പണി എടുപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവന്റെ ലൈഫിൽ ഏറ്റവും വലിയ കോസ്റ്റ്ലി ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ പിന്നെ ഞാൻ പറയും, എടാ നീ ഇപ്പൊ അവൻ പറഞ്ഞ മാതിരി നീ വിചാരിക്കണ്ടാവില്ലടാ. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ കഥയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് കേരള IT ലാൻഡ്സ്കേപ്പ്. ഏത് നോട്ട് ഡയറക്ട്ലി. അതായത് പല ആൾക്കാരും തങ്ങൾ ടെക്നീഷ്യൻസ് ആണെന്ന് മനസ്സിലായത് ചിസ്റ്റഡാക്ട് വന്നപ്പോഴാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം എന്ത് പറ്റും, ഡിവാസ് ഉപയോഗിക്കുന്നവര് ഡിവാസ് ഉണ്ടാക്കുന്നവന്റെ പ്രശ്നം ഇമാജിൻ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ എഞ്ചിനെ ഉണ്ടാക്കണേ, പ്രോക്സി ഉപയോഗിക്കുന്നവൻ പ്രോക്സി ഉണ്ടാക്കുന്നവനെ ജഡ്ജ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ഇനി കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ട് പ്രോക്സി ഉണ്ടാക്കലും ഡാറ്റ ഗേറ്റ് വേ ഒക്കെ ഉണ്ടാക്കലും നമ്മുടെ പണിയല്ലാണ്ട് അത് ലിവറേജ് ചെയ്യില്ല എന്നുള്ളത് കമ്പനി വിട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഏതാ അത്രയും നാള് വർക്ക് ചെയ്തിട്ട് എന്താ ചെയ്തതെന്ന് അറിഞ്ഞൂടാങ്കിൽ എളുപ്പമല്ലല്ലോ. അല്ല, അതെന്താ വെച്ചാല് അത് എൻഫോഴ്സ് ചെയ്യാൻ ആരും ഉണ്ടായില്ല അവരുടെ കൂടെ. കാരണം ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ 2 ഓപ്പറേഷൻസ് മാനേജർ അറിയാതെ കൊളൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ആളെ കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ട്രാജഡി ഓഫ് മറ്റേ റോക്ക് പെപ്പർ ആൻഡ് സിസ്റ്റർ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ട്രാജഡി ഓഫ് കോമൺസ് ആയി പോയി മാനേജ്മെന്റ്. സ്റ്റഡി ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാവും. അതായത് പ്രിസണേഴ്സ് ഡിലെമ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ലാലും ഞാനും കമ്പീറ്റ് ചെയ്യണ ഒരു പോസ്റ്റിന്. അപ്പോ നമുക്ക് ഡിഫക്റ്റ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി മിക്കവാറും. കാരണം ഞാൻ കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഡിഫക്റ്റ് ചെയ്ത് ഞാൻ വിടും തിരിച്ച്.
അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു മൂന്നാമതൊരാളെ ഈ മിക്സിൽ ഇട്ടെന്ന് വെച്ചോ. ലാല് വേവാടായി കഴിഞ്ഞാൽ ഞാനും സി ഇപ്പൊ എ ബി സി ലാല് ബി സി മറ്റേ അപ്പൊ എയും സിയും തമ്മിൽ കൊള്ളിവിടി ചെയ്യും. ഞാൻ വന്നു കഴിഞ്ഞാൽ ബിയും സിയും തമ്മിൽ കൊള്ളിവിടി ചെയ്തിട്ട് എനെ പൊട്ടിക്കും. ഇനിയിപ്പോ ബി മറ്റേ സി ആറാട്ടിക്കായി കഴിഞ്ഞാൽ എയും ബിയും കൂടി ചേർന്ന് ഇതിനെ പൊട്ടിക്കും. അതായത് ഒരു പ്യൂർ സ്ട്രാറ്റജി ഇല്ലാത്ത ഗെയിം ആക്കും. അതിനാണ് റോക്ക് പേപ്പർ ആൻഡ് സിസർ എന്ന് പറയുന്നത്. അത് പിന്നെ നാലാമതൊരാളെയും കൂടി കയറ്റേണ്ടി വന്നു. ഇപ്പൊ ഓടുന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. അപ്പോഴേക്കും അത് ട്രാജഡി ഓഫ് കോമൺസ് ആയി. വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ ഗ്രേസിംഗ് നടന്നു. മറ്റേ ഭാസ്കര പട്ടേലിന്റെ തൊമ്മിയും പിന്നെ മറ്റേ ലണ്ടൻ ഒളിമ്പിക്സിലെ കളിയാണ് ഏറ്റവും ടിം റഫ് ഗാർഡന്റെ കോഴ്സാ. അതിൽ നിന്നാണ് ഞാനത് കണ്ടത്. അങ്ങനെയല്ല ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ സ്ലേവ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ലീഡർ ഫോളോവർ ടെക്നിക്സ് പിടിയിട്ടില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. ശരത്തെ മനസ്സിലായി. ആ ലീഡർ ഫോളോവർ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോ വിത്തിൻ 6 months നിങ്ങൾ ലീഡർ ആവും. അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കണം. പിന്നെ ഭാഷയുടെ ചലഞ്ച്. ഇപ്പൊ ഇംഗ്ലീഷും മലയാളവും ഇതിന്റെ ഈ മെന്ററിംഗ് പദ്ധതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മിക്ക കാര്യത്തിന് ഇപ്പൊ മറ്റേ എന്താ പറയാ, അത് പറഞ്ഞപ്പോഴാണ് ഈ ക്രോസ് കൾച്ചറൽ എൻകൗണ്ടറും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു ശരിക്കും വലിയ പ്രശ്നമല്ലേ? അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ ആദ്യം അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ലാലിപ്പോ ചെയ്യുന്നുണ്ടല്ലോ, ലാലിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഉണ്ട് അല്ലെ? അതിപ്പോ ക്രോസ് കൾച്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് ദ കൺട്രി, മറ്റേ കൺട്രി ആയാലും അത് തന്നെയാണ് അല്ലെ? ഒരു ഹിന്ദിക്കാരനും നമ്മളും അല്ലെങ്കിൽ ഒരു തമിഴിനും നമ്മളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ചിന്തിക്കുന്നതിൽ. മറ്റേ ഇപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നമുക്ക് അക്രോസ് ദ ഗ്ലോബ് എടുക്കാം. അപ്പോൾ ഒരു ആവറേജ് വൈറ്റ് മാൻ അല്ലെങ്കിൽ ഒരു ആവറേജ് വൈറ്റ് ഡെവലപ്പർ വിത്ത് 10 years എക്സ്പീരിയൻസിന്റെ ലക്ഷണങ്ങൾ ലാലിന് ഊഹിക്കാൻ പറ്റുമോ? അയ്യോ, ഐഡിയ. അല്ല, അത് വേണമല്ലോ. ഇപ്പൊ ശരത്തിന്റെ കൂടെ ഉള്ളവര് അങ്ങനെയുള്ള കുറെ പേരുണ്ടാവില്ലേ ശരത്തെ? ഓക്കെ, അവര് അതിപ്പോ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ വേറെ ആയിരിക്കും, ബോസ്റ്റൺ ഏരിയയിൽ വേറെ ആയിരിക്കും, മാഞ്ചസ്റ്ററിൽ വേറെ ആയിരിക്കും, ഇപ്പൊ ലണ്ടനിൽ വേറെ ആയിരിക്കും. പക്ഷെ ഏകദേശം ഒക്കെ ഒരു അണ്ടർലൈൻ ത്രെഡ് ഉണ്ടാവും. ലാല് പറ. അപ്പൊ പിന്നെ ലാൽ അയാളായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും? അയാള് ഈ പ്യുവർ മൂവ്മെന്റിനെ അയാള് സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോ അയാള് മറ്റേ കൺസർവേറ്റീവ് പാർട്ടിക്കാരനാണോ, അതെയോ മറ്റേ ലെഫ്റ്റിസ്റ്റ് ആണോ? ഇനി വേണ്ട ഒരു അല്ല, ഇപ്പൊ എന്റെ കേസിൽ ഡിസ്കഷൻ കൂടുതലും വന്നത് നമ്മുടെ വർക്ക് റിലേറ്റഡ് സംഭവങ്ങളിലായിരിക്കും. അപ്പൊ അല്ലാത്ത അല്ല ആണല്ലോ. പക്ഷെ വർക്ക് റിലേറ്റഡ് സംഭവങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാധനം പ്രപ്പോസ് ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റില് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയറും ഒരു എന്റർപ്രൈസ് ആർക്കിടെക്ചർ ഗ്രൂപ്പിന്റെ കുറെ മറ്റേ ഗവേണൻസ് കംപ്ലയൻസ് പോളിസി ഉള്ളപ്പോ അധികം ചിലപ്പോൾ നിങ്ങൾക്ക് വരില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ ഒരു സെയിൽസ് പിച്ച് ചെയ്യണം അവരുടെ അടുത്ത്. അപ്പൊ എങ്ങനെ നിങ്ങൾ അവരുടെ മുമ്പിൽ പിച്ച് ചെയ്യും? എനിക്കൊരു ഐഡിയ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അല്ല, അവിടെ വരെ പോണ്ട. ഇപ്പൊ എന്താ പറയാ വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്റെ ഒരു പ്രസന്റേഷൻ 2000 അന്ന് എനിക്ക് 10 years ഉള്ളൂ. അപ്പോ ഈ ഐമാപ്പ് ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞു POP3 ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. POP3 ക്യാഷിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ എന്ന്. അന്നത്തെ കേരളത്തിന്റെ ഫേമസ് പുള്ളി പിൽക്കാത്തൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്താ അവിടെ ചോദിച്ചത്. അപ്പൊ എനിക്ക് അതിന് ഉത്തരവില്ല. ഐ ഫോർഗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഹാസ് ടു ബി ഫാക്ടർഡ് ഇൻടു, സോ ദെൻ വി വിൽ സ്വിച്ച് ടു ഐമാപ്പ് എന്ന് പറഞ്ഞു ശരത്തെ. അപ്പൊ അതൊരു പ്രസൻസ് ഓഫ് മൈൻഡ്. അപ്പൊ അതാ പറഞ്ഞേ, ഇപ്പൊ വെള്ളക്കാരൻ, ഇപ്പൊ ഞാൻ പറയട്ടെ,
ഈ വൈറ്റ് മെൻസ് ബേർഡൻ എന്നുള്ളൊരു പദം കേട്ടിട്ടുണ്ടോ? വെള്ളക്കാരായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ട പദം അതാണ്, വൈറ്റ് മെൻസ് ബേർഡൻ. ഒരു വെള്ളക്കാരനെ ട്രെയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം ഇരുണ്ടതാണെന്നും തേർഡ് വേൾഡ് കൺട്രീസിലുള്ള ആൾക്കാർക്ക് നല്ല ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെന്നും ഈ ഐദർ ശാസ്ത്രം വെച്ചോ മതം വെച്ചോ അവരെ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് വെള്ളക്കാരന്റെ ദൗത്യം എന്നാണ് വെള്ളക്കാരനെ പഠിപ്പിച്ചത്. അതായത് ഇപ്പൊ വിശ്വാസികളല്ലാത്തവരെല്ലാം കാഫിറാണെന്നും വിശ്വാസികൾ മറ്റേ അമ്പു പെരുന്നാൾ കൊണ്ടാടി എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം നമ്മളൊക്കെ അതിൽ പെടില്ല. അമ്പു പെരുന്നാൾ പ്രതിനിധാനം ചെയ്തെങ്കിലും മനസ്സിലായില്ലേ? പത്രങ്ങളിലൊക്കെ വരും. അതായത് ഈ സെമറ്റിക് മതങ്ങളും ഈ സെമറ്റിക് മതങ്ങളെ എതിർക്കുന്ന സംഹിതകളും ഉള്ളൂ ഇപ്പോ. കമ്മ്യൂണിസം ആയാലും മറ്റേ ക്യാപിറ്റലിസം ആണെങ്കിലും. അപ്പൊ ഈ ഇവര് പറയും അപ്പൊ ഇവർക്ക് നമ്മളോട് പുച്ഛമാണെന്ന്. അല്ല അപ്പൊ കൊടുക്കാൻ പറഞ്ഞത് ഞാൻ കേട്ട് മനസ്സിലായി. എനിക്ക് ചെറിയ കുറച്ചിലൊക്കെ വന്നു മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ ഈ നിങ്ങളവിടെ ആനയുടെ തലയുള്ള ദൈവം ഉണ്ടല്ലോ, അയാളുടെ സാമാനം ആനയുടെ അത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എന്താ പറയും? അതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ ഹൗ ബിഗ് ഇറ്റ് ഈസ് ബട്ട് ഇറ്റ് ഈസ് ഈസിലി ഗുഡ് ഇനഫ് ഫോർ ദ ബ്ലോണ്ട് യു കവറ്റ് എന്ന് പറഞ്ഞു. ഒറ്റടി. അപ്പൊ അപ്പൊ അവിടെ അപ്പൊ അതൊക്കെ വരുമ്പോ അതടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാറിലാണ്. അത് ചിലപ്പോ മറ്റേ രാത്രി ആയിരുന്നു ചിലപ്പോ അവിടെ കയ്യങ്ങളി നടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ എവിടെ നമ്മള് എടുക്കണം. ഇപ്പൊ ഈ ഇന്ത്യ സീറോ കണ്ടുപിടിച്ച രാജ്യത്തുനിന്നാന്ന് പറഞ്ഞു, പിന്നെ കാൽക്കുലസ് കണ്ടുപിടിച്ച ഇന്ത്യനാന്നുള്ളതൊക്കെ അവന് ഞാനൊരു ക്ലാസ് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അടിയുണ്ടാക്കാൻ മാത്രമല്ല, അപ്പൊ അവർക്ക് ആ ഒരു സഹതാപത്തോടെയാണ് അവര് നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് ഒരു മൗലാനയെ പിടിച്ച് മറ്റേ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി. അപ്പൊ അയാൾക്ക് എന്തായാലും ഈ റിലീജിയന്റെ പേരിൽ പാർട്ടീഷൻഡ് ആയിട്ടുള്ള ഒരു കൺട്രിയില് ഈ അവരുടെ വാഗ്ദത്ത ഭൂമിയിലെ ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന ആൾക്കാര് ഈ ഇവിടുത്തെ സിസ്റ്റം അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യം തോന്നിയിട്ടുണ്ടാവില്ല. അതായത് ഒരു സോഷ്യോ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യക്കാരെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ അവരെന്ത് ചെയ്തു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉണ്ടാക്കി. തൊഴിലുമില്ല വിദ്യാഭ്യാസവും ഉണ്ടായി. അതാണ് അപ്പൊ നമുക്ക് ഇപ്പൊ വൈറ്റ് മെൻസ് ബർഡൻ, ഓക്കെ, അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നൈസീൻ ക്രീഡ് എന്താണ്? അപ്പൊ കുറെ അപ്പൊ ഇവരെ ഷേപ്പ് ഇപ്പൊ ഹോമറിന്റെ ഇലിയാഡ്, ഓക്കെ, ഇനി അവരുടെ ഏക പുനർജന്മം ഇല്ല വെസ്റ്റില്. അപ്പൊ അവർക്ക് ധൃതി കൂടുതലായിരിക്കും. ഇപ്പൊ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ലെവലിലൊക്കെ വെസ്റ്റേണറാന്ന് പറയണേ. പക്ഷെ ഇവരൊന്നും ആരും ഡീപ്പ് വെസ്റ്റേണേഴ്സ് അല്ലാന്ന് അറിയാവല്ലോ അല്ലേ? മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. മിമിക് ചെയ്യണതിന്റെ മാത്രമല്ല, കാരണം ഇനിയിപ്പോ ഇവിടെ ഇവര് വെസ്റ്റേണറാന്ന് വിചാരിക്കുന്നവർക്ക് പോലും അങ്ങനെയാണെങ്കിൽ അവരുടെ വെസ്റ്റേണേഴ്സിന്റെ സ്ട്രാറ്റജിക് ടൂൾസും ഒക്കെ വേണ്ടേ? അതൊരു വലിയ ക്രോസ് കൾച്ചറൽ എൻകൗണ്ടർ പഠിപ്പിക്കാൻ അതിപ്പോ ഇവിടെ ഇവിടുത്തെ സെക്കുലറിസം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ലോകത്തിനനുസരിച്ച് ഇത് പെരുമാറും. അങ്ങനെ ഒരു ലോകമില്ല. അറബികളുടെ അടുത്ത് പോയി അവരെ പറയും അവരുടെ ലോകം വലുതെന്ന് പറയും. വെസ്റ്റേണേഴ്സ് പറയും അവരുടെ ലോകം അവർക്കെന്ന് പറയും. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ലോകം വലുതാന്ന് പറഞ്ഞൂടാ? ക്ലബ് ഹൗസിലൊക്കെ കാൽക്കുലസ് കണ്ടുപിടിച്ച് ഇരിഞ്ഞാലക്കുടില്ല എന്ന് പറയുമ്പോ ഭയങ്കര ലജ്ജാന്ന്.
മനസ്സിലായില്ലേ? സി അതായത് കാൽക്കുലസിന്റെ റിസൾട്ട്സും ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ വെസ്റ്റേൺ സിംബോളിസം അതിലുണ്ടായിരുന്നു, പക്ഷെ അവിടെയും പറയാൻ പറ്റില്ല. കാരണം ജോർജ് ബൂള് നവ്യനായ പഠിച്ചിട്ടാണ് മറ്റേത് ഉണ്ടാക്കിയത്, ഏത് ബൂളിയൻ ആൽജിബ്ര. അപ്പൊ അത് ക്ലെയിം ചെയ്യുന്നതിൽ ഇത്ര മടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിനോടുള്ള ആ ഇതല്ലാതെ വേറെ എന്താ? അല്ലെങ്കിൽ ഇപ്പൊ ഞാനത് ക്ലെയിം ചെയ്തിട്ട് എനിക്ക് എഡ്ജ് കിട്ടി കഴിഞ്ഞാൽ ലാലിനത് അടിച്ചിടണം, അതാവാം. ഇപ്പൊ ക്രോസ് ഇപ്പൊ വെള്ളക്കാരന് ഇപ്പൊ ഇതുണ്ട്, ഇനി അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ക്രിസ്ത്യൻസിനെ ഒരു രീതിയിലാണ് ട്രെയിൻ ചെയ്യുള്ളൂ. അത് അവരെങ്ങാനും അതിന്റെ പെടാതെ സോഷ്യലി അവര് ഡീപ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവര് ഒരു എന്താ കപ്പ്യാരുടെ അടുത്ത് മണിയടിക്കുന്നവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ആ ബുദ്ധി ഉണ്ടാവുള്ളൂ അവന്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ക്രോസ് കൾച്ചറൽ എൻകൗണ്ടർ അറിയണമെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് നോ ദി പേഴ്സൺ ഓൺ ദി അതർ സൈഡ്. അതിനൊരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആകെ നടത്തിയത് രാജീവ് മൽഹോത്രയാ, ബീയിങ് ഡിഫറെന്റ് വഴി. ബീയിങ് ഡിഫറെന്റ് ആൻഡ് ഇന്ത്യൻ ചലഞ്ച് ടു വെസ്റ്റേൺ ബീയിങ് ഡിഫറെന്റ് ആൻഡ് ഇന്ത്യൻ ചലഞ്ച് ടു വെസ്റ്റേൺ യൂണിവേഴ്സലിസം. ആ ബുക്ക് അതിനെ ഹിന്ദിയിലും തർജ്ജമ ചെയ്തിട്ടുണ്ട്. മറ്റേ വിഭിന്നത പാശ്ചാത്യ സാർവഭൗമികതക്കോ ഭാരതീയ ചുനൗത്തി എന്ന് പറഞ്ഞത്, അതായത് പാശ്ചാത്യ സാർവഭൗമികതയ്ക്ക് ഭാരതത്തിന്റെ മറുപടി. അത് പിന്നൊരു കാര്യമുണ്ട്, അതിപ്പോ ഞാൻ പ്രോഗ്രാമിംഗിൽ കണ്ടിട്ടുണ്ട്. ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ഫൗളറിന്റെ ഡെഫിനിഷൻ പറയണം, പക്ഷെ ചങ്കിങ് ഒരു 10 സ്ഥലത്ത് ഉപയോഗിക്കുന്ന ടേമാ. അപ്പൊ ഞാൻ എന്താണ് മാർട്ടിൻ ഫൗളർ പറയുന്ന ഡെഫിനിഷൻ പറയണേ? അപ്പൊ ഈ മാർട്ടിൻ ഫൗളറിന്റെ ഡെഫിനിഷൻ പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? കോപ്പി അടിച്ചാണെന്നുള്ള. അതൊന്നുമല്ല. ഇവൻ മാർട്ടിൻ ഫൗളറിന്റെ എല്ലാ ബുക്കും കാണാപ്പാടം പഠിച്ചാൽ വന്നേക്കണേ, പിന്നെ അവന്റെ കയ്യിലോട്ട് നമ്മൾ വടി കൊടുക്കണ കാര്യല്ലേ? ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ കാണാപ്പാടം പഠിച്ചു വരുത്തനെ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താണ്? ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ പ്രസക്തമല്ല എന്നാക്കുക എന്നുള്ളതാണ് ആർഗ്യൂ ചെയ്തത്. ആണോ? ഏത് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ പ്രസക്തമല്ല എന്നല്ല, ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ മൈക്രോ സർവീസസിന് പ്രസക്തമല്ല എന്നാണ്. മനസ്സിലായോ? ഇപ്പൊ ക്രോസ് കൾച്ചറൽ എൻകൗണ്ടർ, ഇപ്പൊ ഈ ഇവിടുത്തെ ട്രാഫിക് കാണുമ്പോൾ സായിപ്പ് ചെയ്യട്ടെ. അപ്പൊ എന്ന് വെച്ചാല് നമ്മള് അവനേക്കാൾ കൂടുതൽ കോംപ്ലക്സിറ്റി ഹാൻഡിൽ ചെയ്യണ്ടെന്നാ പറയണേ. കാരണം ഇപ്പൊ സിയാറ്റിലും ബോസ്റ്റണിലൊക്കെ ഉള്ള പല ബ്ലോക്ക് കാണുമ്പോ ഇല്ലേ, നമുക്ക് ബാംഗ്ലൂരിലെ ബ്ലോക്കൊക്കെ ഉമ്മാര് കണ്ട എന്ത് ചെയ്യുന്നു നമ്മൾ വിചാരിക്കും. മനസ്സിലായ? കാരണം ഒരു ഇതുണ്ട്. കാരണം 10:37 ട്രെയിൻ വരും എന്ന് പറഞ്ഞാൽ 10:38 എത്തും. മനസ്സിലായില്ലേ? ആ ഒരു അപ്പൊ അതിന്റെ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണോ എന്നുള്ളത് പോകുമ്പോ കാണുമ്പോ പുതുമയൊക്കെ ഉണ്ട്. 25 കൊല്ലം നിങ്ങൾ ഇന്ത്യയിൽ മര്യാദയ്ക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും പോയി ജീവിക്കാൻ പറ്റില്ല, ഇന്ത്യയിലെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ അത്രയ്ക്ക് അരിശം വേണം. മനസ്സിലായോ? ഈ നശിച്ച നാട്, ഐ ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ ഹിയർ, ആ രീതിയിൽ. കാരണം ആ ഫ്രീഡം ഒന്നും നമുക്ക് കിട്ടില്ല. മറ്റേടത്ത് ഇപ്പൊ ഒച്ച ഉണ്ടാക്കിയാൽ പോലും ആൾക്കാർ തുറച്ചു പോകും. ക്രോസ് കൾച്ചറൽ എൻകൗണ്ടർ ഒരു വലിയ ഫാക്ടറാണ്. ഏറ്റവും എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. സെലക്ഷൻ ബയാസ് എന്ന് പറഞ്ഞൊരു ബയാസ് ഉണ്ട്. അതായത് ഈ നമ്മൾ കാണുന്ന പോപ്പുലേഷനിലെ വെള്ളക്കാര് നമുക്ക് അടിപൊളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ വെള്ളക്കാരും ഹാലോ എഫക്റ്റ് കാരണം എല്ലാ വെള്ളക്കാരെയും പിടിച്ചത് അങ്ങോട്ട് കൊടുക്കും. പക്ഷെ മിക്കവാറും ഈ വെള്ളക്കാരെ വിളിച്ചുകൊണ്ട് തന്നെ എന്തിനാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ സ്മാർട്ട് ആൾക്കാരെ ഒതുക്കാൻ വേണ്ടിയാ. അവിടെ വേണ്ടല്ലോ ആ IIT കാരനെ അവന് ചെയ്യാൻ പറ്റില്ല, എന്നിട്ടാണ് നീ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് കേട്ടിട്ടുണ്ടോ?
അതല്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അലൂമിനിയം നെറ്റ്വർക്കും അങ്ങനത്തെ വെൽത്ത് ഉണ്ടാവും കേട്ടോ, ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. അപ്പൊ ഈ മെന്ററിങ്ങിന് ഒരു ഇപ്പൊ നമുക്ക് ഇതിനോട് പറയാനുള്ളതെന്ന് വെച്ചാല് ഇത് കുറച്ചും കൂടി വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു എന്താ പറയാ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ബൂട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു വിൻഫോംസ് പഠിക്കുകയോ അല്ലെങ്കിൽ SQL സെർവർ പഠിക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്ററിങ് എന്ന് പറഞ്ഞാൽ. ഒരു ടോപ്പ് ഡൗൺ രീതിയിൽ ഒരു മോഡൽ തിങ്കിങ് റെൽമിൽ ഒരു ടയേർഡ് അപ്രോച്ച് എടുക്കണം. കൺസൾട്ടിങ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻസ്, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു. എന്നാലേ ഒരാൾക്ക് ഈ റാൻഡമൈസ്ഡ് വേൾഡിൽ നന്നായി നാവിഗേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇത്. ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ ചേർത്തെ? കേട്ടില്ല. വേറെ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ ഇതില്? ഇല്ല. സ്റ്റാറ്റിസ്റ്റിക്സ്, ലോജിക്, ഹൗ മച്ച് ഈ മാത്തമാറ്റിക്സ്, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഏതാ? അല്ല, അതൊരു തിങ്കിങ് ടൂൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അല്ലാതെ എപ്പിസ്റ്റമിക് ഔട്ട്ലുക്ക് മാറുമ്പോ വേണ്ടതാണ്. അതെ, അത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയാളുടെ സ്കിൽ സെറ്റ്, നമ്മൾ അതിനെ കുറിച്ച് ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതായത് മാത്ത് സംസാരിക്കണമല്ലോ, ഓർത്തോഗോണലാണ്. ഈ പീപ്പിൾ ഇന്ററാക്ഷൻ നോൺ ലീനിയർ ആണ്. കാരണം ബി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ല ബി സി ആയിട്ട് കിട്ടുമ്പോഴോ AC ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഇതുണ്ടല്ലോ. അത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഡിവിഷന്റെ മുകളിലാണ്. അതിന്റെ 80th പെർസെന്റേജിൽ വരും. അല്ലെങ്കിൽ ലോജിക് ആണെങ്കിൽ അതൊരു കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ആയതുകൊണ്ട് ശരിയാവാനാ സാധ്യത. അവിടെ ഈ പ്രമൈസ് പറഞ്ഞിട്ട് അതിന്റെ ഇൻവേഴ്സ് എങ്ങനെ ശരിയാവുക? മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഒരു തിങ്കിങ് ടൂൾ ആയിട്ടേ കൊണ്ടു നടക്കണം എന്നാണ്. അതൊക്കെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. സബ്ജക്ട് മാറ്റർ ആണെങ്കിൽ തന്നെ ഒരു എന്താ പറയാ, ഇപ്പൊ ജാവ ആണെങ്കിൽ ജാവയുടെ കീ എവല്യൂഷണറി എപ്പോക്ക് അല്ലെങ്കിൽ മൂമെന്റ്സ്, പിന്നെ അന്നത്തെ മറ്റ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെയോ അന്നത്തെ IT-യുടെ സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടി പഠിച്ചാലേ നമുക്ക്, പിന്നെ ക്രോസ് സ്കില്ലിങ്, പോളിഗ്ലോട്ട് പ്രോഗ്രാമിംഗ്, 100 കൂട്ടം കാര്യങ്ങളുണ്ട് ശരത്തെ ഈ സബ്ജക്ട് മാറ്ററിൽ തന്നെ. അല്ല, പുതിയ ഡെഫിനിഷൻ പ്രകാരം ജാവയൊന്നും സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഇല്ല, അതിപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് ഇപ്പൊ എന്താ പറയാ, വിശക്കുന്നവനോട് വേദാന്തം ഓതരുതല്ലോ. വേദാന്തോ വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ള ആ സാധനം ഉണ്ടല്ലോ. അപ്പോ പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പുള്ളി വേറെ പുള്ളിയെ മെന്റർ ചെയ്യുന്നുണ്ട്, അയാളുടെ സീനിയറിനെ മെന്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് റെസ്പോണ്ടിങ് ഫാസ്റ്റ് എന്ന് പറയണേ. അതായത് ട്രാൻസിറ്റീവ് മെന്ററിങ് ഫ്രം ദിസ് ഗ്രൂപ്പ്. ആരാരെയാണ് ഏത് അല്ല, ഒന്നുകൂടി പറഞ്ഞ ഞാൻ പെട്ടെന്ന് ഒരു കോൾ വന്ന്. നമ്മുടെ മെഷീൻ ലേണിംഗ് ഗുരുവും അയാളുടെ ഒരു സീനിയറും. ഓക്കെ. അതാണ് അതിന്റെ. പിന്നിപ്പോ സബ്ജക്ട് മാറ്ററിന് ഏതാ? എനിക്കൊരു പാർസൽ എടുക്കാനുണ്ട്. പിന്നെ സബ്ജക്ട് മാറ്റർ എങ്ങനെ പഠിക്കണേ എന്നുള്ള ഒരു വേറെ ഡിസ്കഷൻ വേണമല്ലോ, അല്ലേ? മനസ്സിലായോ? അപ്പോ നമുക്ക് വൈൻഡ് ചെയ്യാം. ഞാനിപ്പോ ഒന്ന് സമ്മറൈസ് ചെയ്യാം. സാറേ, ഒരു സെക്കൻഡ്, ഞാൻ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിലില്ല. അപ്പോ ഞാനിപ്പോ വരാം. ക്ലോസ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഞാൻ വന്നാ മതി. റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വൈൻഡ് ചെയ്തോളൂ. ശരി. അല്ലല്ല, വേണമെന്നില്ല. വന്നിട്ട് വൈൻഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു ഇത് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഗുരുവിന്റെ അടുത്തുനിന്ന് നമുക്ക് കിട്ടണത് ഇൻഫർമേഷനേക്കാളും കൂടുതൽ ലെൻസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞാലോ?
അതാണ് സ്ട്രാറ്റജിയാണ്, ലേണിംഗ് സ്ട്രാറ്റജിയാണ്, അതാണല്ലോ വേണ്ടത്. മനസ്സിലായില്ലേ? കാരണം ഈ സ്പൂൺ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി സ്പൂൺ ഫീഡ് ചെയ്യാം സബ്ജക്ട് മാറ്ററിൽ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ഞാൻ മെന്റർ ചെയ്യുന്നതിന്റെ ലക്ഷ്യം വ്യക്തമാണെന്ന്. സോഷ്യൽ ക്യാപിറ്റലിനേക്കാളും ഉപരി മറ്റേ കൊളാബറേറ്റേഴ്സിനെ കിട്ടുക എന്നുള്ളതാ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ സ്ക്രീനിൽ എഴുതിയേക്കുന്ന ടോപ്പിക്സ് ഈ അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് രീതിയിൽ ഈ കൺസീവ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിലും അവരൊന്നും ചിലപ്പോ വന്ന് പബ്ലിക്കലി ഒന്നും പറയൂല. മനസ്സിലായ? ഇപ്പൊ രണ്ട് രീതിയിലുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു വിഷയം പഠിക്കുക മാത്രമല്ല ടു ഗെയിൻ എക്സ്പെർട്ടൈസ്, അത് പഠിപ്പിക്കാനും കൂടി പഠിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ ഒരു എഡ്ജ് ഞാൻ മെന്റർ ചെയ്യുമ്പോഴും എൻ്റെ മെന്ററിങ് സ്വീകരിക്കുന്നവർക്കും പലപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഈ ഫിസിക്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ തന്നെ. കാരണം ഒരു ഫിസിക്സ് പ്രൊഫസറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഫിസിക്സിൽ അയാളുടെ സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നില്ല, അവരും ഫിസിക്സ് പ്രൊഫസർ ആവുന്ന ആളുകളാണ്. അതാണ് ഈ പേയിങ് ഇറ്റ് ഫോർവേഡ്. അപ്പൊ അത് ശരിയാണ്. അതായത് ഒരു അല്ല ഇതിന്റെ ഉള്ളിലേ ഇപ്പോ പഠിക്കാന്ന് പറഞ്ഞ ഇപ്പൊ രണ്ടുപേരുടെ നിന്നൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളൊരു, അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എടാ നീ ഒരു പണി കുറച്ച് നാളത്തേക്ക് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നീ അങ്ങോട്ട് വിശ്വസിക്കുക. അത് കഴിഞ്ഞിട്ട് നീ എന്താണെന്നുള്ളത് അങ്ങോട്ട് നീ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പനെ വിളിച്ചോളാൻ പറയും. കാരണം അപ്പോഴേക്കും ഈ സാധനം കേറും. മനസ്സിലായില്ലേ? അതിപ്പോ അത് മെയിൻ പ്രശ്നമുണ്ട്. അതായത് ഇപ്പോ അതാ പറഞ്ഞേ, ഇപ്പോ നിങ്ങൾക്ക് വേണ്ടത് കോച്ചിങ് ആണോ ട്രെയിനിങ് ആണോ മെന്ററിങ് ആണോ എന്നനുസരിച്ചിരിക്കും. മെന്ററിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റേതായ വിശ്വാസം ഉണ്ടറാ, നീ ഒന്നും വേണ്ടറാ വലത്തുണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആൾക്കാരുടെ വേൾഡ് വ്യൂ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ. അതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോ ഒരു എല്ലാവരും അവരുടെ ആ ചുറ്റുപാടിന്റെ വിക്ടിംസാ. അപ്പൊ അവരെ കുറച്ചും കൂടി ഒരു ഈ എന്താ പറയാ ലോകം നാവിഗേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ മാറ്റം ഉണ്ടാവില്ലേ? അപ്പൊ ഈ ലോകം മാറ്റാൻ പഠിപ്പിക്കാന്ന് പറയില്ല. ഇപ്പൊ അവിടെയും പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോസോഫ്റ്റിൽ ഒരാൾ വന്ന് മെന്റർ ചെയ്യാം, ഞാൻ മെന്റർ ചെയ്യാന്ന് പറഞ്ഞ ഓഫർ ചെയ്താലും അയാളുടെ അടുത്തേക്ക് ആൾക്കാർ പോകും. പക്ഷേ ഈ പറഞ്ഞ ആൾക്ക് എന്റെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടൈസ് വിവരം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി അയാൾക്ക് പെഡഗോഗിയോ അയാൾക്ക് ടൈമോ ഉണ്ടാവാനുള്ള ചാൻസ് അതിലും കുറവാണ്. മനസ്സിലായില്ലേ? പിന്നെ അയാളൊരു കൊളാബറേറ്ററെ മുന്നിൽ നിന്ന് വരുന്നവനിലേന്ന് സീക്ക് ചെയ്യോ എന്നുള്ളതും എനിക്ക് ഡൗട്ട് ഉണ്ട്. മൾട്ടിപ്പിൾ പ്രാവശ്യം അത് സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അല്ല അപ്പൊ അല്ല ഈ മറ്റേ മെന്ററിങ്ങിന്റെ അതർ പൊളിറ്റിക്സ് പറയായിരുന്നു. അല്ല ഇപ്പൊ ഞാനിത് തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ സിൽവറൊക്കെ വന്നിങ്ങനെ മറ്റേ പാളയത്തിൽ പട എഞ്ചിനീയർ ചെയ്തപ്പോഴാണ് ഇതിന്റെ ഉള്ളൊരു വലിയൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? വൺസ് അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ ഈ മാത്തമാറ്റിക്സ് കാഡ് ആരും പറയാനുള്ള ഫംഗ്ഷൻ ഇതൊക്കെ നമ്മുടെ നിന്ന് പഠിക്കാം. പിന്നെ എന്തിനാ ആൾക്കാർക്ക് ചോദ്യം എന്നാണ്. പിന്നെയാണ് ഇതിന്റെ ഉള്ളില് ഈ എന്താ പറയാ ഇപ്പൊ സായിപ്പ് ഭക്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സായിപ്പ് ഭക്തി കാരണം സായിപ്പിന് വെട്ടിക്കുമെന്ന് പേടിയാണെന്ന്. അതായത് ഭാസ്കർ പട്ടേലറെ തൊമ്മി എങ്ങനെയാ ഭാസ്കർ പട്ടേലറിനെ വെട്ടിക്കണേ അല്ലേ? അതായത് കേരളത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാല് മിക്ക ആൾക്കാരും തൊമ്മികളാ. ഇനിയിപ്പോ അവർക്ക് കുറെ ഭാസ്കര പട്ടേലുണ്ട്. ഈ ഭാസ്കര പട്ടേൽ തന്നെ വേറെ ആൾക്കാരുടെ തൊമ്മികളാ. ചിലപ്പോ ലൂപ്പൊക്കെ അടിച്ചു വരും. മനസ്സിലായോ? അല്ല അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്താണ് മറ്റേ ഈ എന്താ പറയാ മറ്റേ എല്ലാവരും തുല്യരാണ്, നമുക്ക് ലെറ്റ്സ് ലീവ് പുവർ. എന്നിട്ട് പോളിറ്റ് ബ്യൂറോക്കാർക്ക് മാത്രം കുറച്ച് കൊടുക്കുന്നത്. കാരണം അവർക്ക് വ്യവസ്ഥിതിയെ തകർക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട്
അവരെ അക്സെപ്റ്റ് ചെയ്തേക്കണം. അപ്പൊ പിണറായിയൊക്കെ കാശുകാരനാവും, അണികളും ഇതാവും, നമ്മളും ദരിദ്രവാസികളാവും. മനസ്സിലായോ? അപ്പൊ അതാണ് കമ്മ്യൂണിസം. കാക്ക പറയണ എന്താണ്? എല്ലാം അള്ളാഹുവിനോട് വിട്ടെടുത്തോ, ബാക്കിയൊക്കെ ഞമ്മളേറ്റുന്നു. അപ്പൊ അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് പർദ്ദയുടെ ഉള്ളിലേക്ക് ഇടിച്ച് അതാണ് അവരുടെ പണി. ഈ നസ്രാണികൾ അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ അവർക്ക് പറ്റിയില്ല. സ്ത്രീകൾ ചാടിപ്പോയി. സ്ത്രീ വിമോചനം വന്നപ്പോ ക്രിസ്ത്യൻസിനെ കാറ്റുപോയി. മനസ്സിലായില്ലേ? അത് മേരി റോയ് ഉണ്ടല്ലോ, മേരി റോയ് കേസ് ഒരു ഭയങ്കര പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ഇന്നലെ ആരിഫ് ഹുസൈൻ തിരുവനന്തപുരത്ത് ഒരു പെണ്ണായിട്ട് എന്തോ വാക്കോത്തല്ല, ഒരു ഡിബേറ്റ്. അപ്പൊ സ്വത്തവകാശം ഇട്ട് കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി കിടന്ന് ഉരുളുണ്ടായിരുന്നു. മറ്റേ ഈഴവര് കാലത്ത് എണീക്കുമ്പോ ശ്രീനാരായണ ഗുരു, ഉച്ചയാകുമ്പോ ഹൈന്ദവൻ, വൈകുന്നേരം ആകുമ്പോ കമ്മ്യൂണിസ്റ്റ് ആവും. നായരവന്റെ പഴയ പെരുമയും മന്നത്ത് പത്മനാഭനും മറ്റേതൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് മറ്റേ ഇപ്പൊ എന്താ പറയാ, ഈ ശശി തരൂർ ജയിക്കാൻ വേണം, സോണിയാഗാന്ധി തോക്കാൻ വേണം. മനസ്സിലായില്ലേ? അപ്പൊ ആ ടൈപ്പ് സിറ്റുവേഷനാണ് തിരുവനന്തപുരത്ത് ആൾക്കാരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലത്ത് അതിൽ നിന്ന് മുക്തി നേടണ്ടേ? മുക്തി നേടുന്ന ഓടിപ്പോയാൽ എങ്ങനെയാണ്? മനസ്സിലായില്ലേ? കാരണം ദർ ഇസ് എ വേൾഡ് ഔട്ട്സൈഡ് ദീസ് 5 സംഹിതാസ്. ഇപ്പൊ പ്രബുദ്ധ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കൊലപാതകം നടത്തിയവൻ, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയവൻ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ എന്നൊക്കെയാണ് നമ്മളെ കൺവിൻസ് ചെയ്യിക്കണേ മീഡിയകൾ. ശരിയല്ലേ? അപ്പൊ എനിക്കിവിടെ കോവിഡ് ആണെന്ന് തോന്നുന്നു കേരള സമൂഹം ഇല്ലാണ്ടാക്കിയെന്ന് തോന്നുന്നു, അല്ലേ? കാരണം പ്രതികരിക്കാനൊരു ഭരണാധികാരിക്ക് ഒരു നല്ലൊരു അവസരം കിട്ടി ശരിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിൽക്കുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ ഈ ചുറ്റുപാടുള്ള സങ്കുചിത വർഗീയതയിൽ നിന്ന് രക്ഷപ്പെട്ടത് കോർപ്പറേറ്റ് ജീവിതമൊക്കെ നയിച്ച. മനസ്സിലായോ? അതായത് പോസിബിലിറ്റീസ് കാണൂല. കാലത്ത് എണീക്കുമ്പോ തന്നെ എന്തെങ്കിലും വാങ്കുവിളി കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. പിന്നെ പ്രകടനം, മദനിയുടെ പ്രകടനം, ഇത് കാണുമ്പോ ഇപ്പുറത്തെ പഠനം നടത്താനൊന്നും ആരും ഇല്ല. കാണാത്ത രീതിയിലൊക്കെ ഓടി നടക്കണം നോക്കുമ്പോ. അത് കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയാ, കുറെ കഴിയുമ്പോ PDP ആൾക്കാരെ വെച്ച് എന്നെ കിടിപ്പിക്കുന്നതായി ക്രിസ്ത്യാനികളുടെ. മനസ്സിലായില്ലേ? അന്ന് ക്രിസ്ത്യാനികൾ വിചാരിച്ചിരുന്നത് ഇവര് സഹോദരങ്ങളാണ്, ഒരേ ബുക്കാണല്ലോ പറയണേ. ദൈവത്തിനറിയാം. അതായത് ഇപ്പൊ ഞാൻ മറ്റേ ഒരാളോട് പറഞ്ഞോളൂ, ഈ ഫെയ്ത്തിന്റെ ആർമിയാണ് നിങ്ങള്. ജനിക്കുമ്പോ തന്നെ മിലിറ്ററി ലൈഫ് സ്റ്റൈൽ, എങ്ങനെ മറ്റുള്ളവനെ കേൾത്താം, ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാല് ഇപ്പൊ ഈ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ പിള്ളേര് വല്ല പേടിച്ചിരിക്കണേ. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ സഹാക്കന്മാരുണ്ട്. അതായത് ഇടി കൊള്ളൂന്ന് പറഞ്ഞാലും എന്താ പറയാ, മറ്റേ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം തിങ്സ് വിൽ ആക്ച്വലി ഗോ. അതായത് ഒരു ഫാക്ട് ഓഫ് ദി മാറ്റർ എന്താണ്? മുസ്ലിംസ് കാണ്ട് എവർ ബി എ റെസ്പോൺസിബിൾ മെജോറിറ്റി. മനസ്സിലായില്ലേ? അവർക്കാവാൻ പറ്റില്ല. അത് എങ്ങനെ സോൾവ് ചെയ്യും ദൈവത്തിന് അറിയാം. അവരെ കൺവിൻസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അല്ല, ഇത് പ്രൂഫ് ഓഫ് ദി പുഡിങ് എന്നെ എതിർക്കുന്നവർക്കുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താ വെച്ചാൽ സുനിൽ പി ഇളയുടെയും എങ്ങനെ കോയമാരുടെയും തലകുത്തി അടി വാങ്ങിക്കാന്നാണ് ഈഴവരെ പഠിപ്പിക്കണത്. മനസ്സിലായ? അപ്പൊ പണ്ടാണെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ വിദേശത്തോടായിരുന്നു. ഇപ്പൊ അതും പറ്റൂല. വിദേശത്ത് പോയി കഴിഞ്ഞാൽ അതിനും വലിയ പ്രകടനമാണ്, വിവ പാലസ്റ്റീന എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായ? ചാൾസ് മതം അറിയുന്ന കേൾക്കണേ, അറിഞ്ഞോ? ചാൾസ് രാജകുമാരനോ? അത് ഇഫ്താർ പാർട്ടി നടത്തി. ഇതേ അതല്ല, ഈ ഹിന്ദു ചർച്ച് ശരിക്കും പോയോ? അപ്പൊ ചർച്ചില്ലല്ലോ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലേ? ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ സാധനം ഇസ് നോട്ട് കാത്തലിസിസം. ബന്ധമില്ല. അല്ല, പണ്ട് ഇതുണ്ടായിരുന്നു, പക്ഷെ ചർച്ചിന് ബന്ധമൊന്നും ഇപ്പൊ അറിയില്ല. മതം അതോറിറ്റി ഇല്ല, പക്ഷെ എന്നാലും
ഞാൻ ഒന്നാമത് വിചാരിച്ചിരുന്നത് ബ്രിട്ടനില് ബ്രിട്ടീഷുകാർ 60% താഴെ ഇപ്പൊ. പിന്നെ ഇവിടെ കാണുന്ന കുറെ വെള്ളക്കാരൊക്കെ ഈ പോളണ്ടുകാരൊക്കെയാ. മനസ്സിലായോ? ഏഹ് ഓക്കെ. അത് കണ്ടറിയാം കേട്ടോ. ക്ലാസിക്കൽ ബ്രിട്ടീഷ് പിള്ളേരെ കണ്ടാലും ഇവരെ കണ്ടാലും അറിയാം. ഒരു ചെരിവൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഞാൻ സ്പോട്ട് ചെയ്ത് കാണിച്ചു തരാം. അതല്ലേ ഈ ബ്രിട്ടൻ ഒരു തമാശ സ്ഥലമാണത് അങ്ങനെ നോക്കുമ്പോ കേട്ടോ. അപ്പൊ ഒന്നും ചെയ്യാനില്ല. അതായത് 20 years. അല്ല ഇവര് അമേരിക്കൻ ഓസ്ട്രേലിയയിലോട്ടും ഒക്കെ പോകും. അല്ലെ നല്ലവര് പോയി. അതാണ് മിക്ക വെള്ളക്കാരും അങ്ങോട്ട് ചാടി. ഇപ്പൊ അമേരിക്കയിലേക്ക് നല്ല ഒഴുക്ക് പണ്ടേ ഉണ്ട്. ഇവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പും ഉണ്ടല്ലോ. ഈ ലണ്ടനിൽ പോയി കഴിഞ്ഞപ്പോ ഏതാണ്ട് ചില ഏരിയൊക്കെ കറാച്ചി മാരിയാ. മാഞ്ചസ്റ്ററിലോ ഉണ്ടോ? ആണോ? അതെ അതെ അതെ. ഞങ്ങളൊരു ടാക്സിക്കാരന്റെ കയറിയിട്ട് അപ്പൊ എവിടെയൊക്കെ താമസിക്കരുത് നമ്മൾ നോട്ട് ചെയ്ത് നോക്കുമല്ലോ. പുള്ളി കൊള്ളാവുന്ന ഏരിയ എന്ന് പറയുന്നതൊക്കെ ആ ഏരിയയാണ്. പുള്ളി പാകിസ്ഥാനിയാ. അല്ല അതിപ്പോ അവന്മാര് വേണമെന്ന് വെച്ച് തന്നെയാണ് ഇരിക്കില്ല. കാരണം അവന്മാർക്ക് നമുക്ക് വെള്ളക്കാരുടെ കൂടെയൊക്കെ താമസിക്കണതോ അല്ലെങ്കിൽ അതിപ്പോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെട്ട് എനിക്ക് നല്ലൊരു നൈബർഹുഡ് കിട്ടിയെന്ന്. അപ്പൊ എന്താന്നറിയാമോ, അവനൊരു ഹലാൽ കോളനി കിട്ടിയെന്ന് അവൻ ഉദ്ദേശിച്ചേ. മനസ്സിലായോ? അപ്പൊ ഹലാൽ കോളനിയിൽ ജീവിക്കാൻ വേണ്ടി അവൻ ഇംഗ്ലണ്ട് വരെ വരേണ്ട കാര്യമുണ്ടോ? അവന് നാട്ടിൽ ജീവിച്ചാ പോരെ. അതെ അതെ. പിന്നെ ഈ കണ്ട കുർദിഷ് ആൾക്കാരൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ മറ്റേ ഇതാണ് കാശ്മീർ ഇഷ്യൂ ഒക്കെ ചോദിക്കുന്നത്. അത് വലിയൊരു പ്രശ്നം. അത് കഴിഞ്ഞിട്ട് അത് ഏറ്റവും വലിയ തമാശ അല്ലേ. ഈ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ കുറച്ച് ക്രിസ്ത്യാനികൾക്ക് ഇത് അവരെ ബാറ്റ് ചെയ്യാൻ, ഞാൻ പിന്നെ അവരെ കൺവിൻസ് ചെയ്യിച്ച് ഇതൊക്കെ നിന്നെ ബാറ്ററി ചെയ്യും, നാളെ അടി ഉണ്ടാകുമ്പോ പാകിസ്ഥാനികൾക്കുള്ള അടി ഇവന്മാര് കൊടുക്കുമ്പോ നിനക്കറിയും കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് അവന്മാര് മുടക്കിയൊക്കെ ചെയ്തിട്ടുണ്ടത്. അതെ അതെ. അത് ക്രിസ്ത്യാനിയുടെ ഒരു ഇതുണ്ട്, കഞ്ഞി കുടിച്ചു പോയാൽ പോരെ എന്നുള്ള. മനസ്സിലായ? അത് അവർക്ക് മതിയായിരിക്കും. അവരെ ലൈറ്റ്സ് പറയില്ല അത്. അധികാരം കൈയാളികൾക്കൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. അങ്ങനെയല്ല. ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതിപ്പോ നമ്മൾ തന്നെ ഇപ്പൊ എന്താ പറയാ, ഈ നോക്കിയും കണ്ടല്ലേ ആൾക്കാരുടെ ക്ലാസ് ഒക്കെ നോക്കിയിട്ടല്ലേ ബിഹേവ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ പോയി കണി കണ്ടവനൊക്കെ പോയി കോർട്ട് ചെയ്യോ? അപ്പൊ മറ്റേത് ഈ മതത്തിന്റെ പേരിൽ മറ്റേതിന്റെ പേരിലൊക്കെ ഈ കാണിക്കണതാണ്. അതായത് വെസ്റ്റേൺ വാല്യൂസിനെ അണ്ടർമൈൻ ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ കാര്യം. അതിപ്പോ ഞാൻ പണ്ട് ശ്രീകാന്നുള്ള ഒരു കുട്ടിയോട് പറഞ്ഞു, ഇപ്പൊ താൻ മൈഗ്രേറ്റ് ചെയ്യണൊക്കെ കൊള്ളാം, താൻ ന്യൂസിലൻഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ പെൺമക്കളെ ന്യൂസിലൻഡ് സൊസൈറ്റിയിലേക്ക് താൻ വിടേണ്ടി വരും. അവരെ ഡേറ്റ് ചെയ്യാൻ ആള് വരും, ചിലപ്പോ കർമ്മം വരും വീട്ടില്. ഇതൊക്കെ സഹിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോയാൽ മതി. അല്ലെങ്കിൽ താൻ എന്താ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാകുന്ന ഉണ്ട്. അതായത് അവിടെ റിസപ്ഷൻ വരുമെന്ന്. ശരിയല്ലേ? അത് വെസ്റ്റിൽ വന്ന് വെസ്റ്റേൺ വേ ഓഫ് ലൈഫ്. ഇപ്പൊ ഇന്നലെ എന്നോട് ആരും ചോദിച്ചേ, ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഇന്ത്യക്കാരല്ല. ഞാൻ പറഞ്ഞ കോസ്റ്റാ കഫേയിൽ വന്നിട്ട് സ്ഥിരം കാപ്പി കുടിക്കുന്ന ഇന്ത്യക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോകുന്ന സ്ഥലത്ത് ലൈബ്രറിയിൽ ഞാൻ കാണാറില്ല. അപ്പൊ ഞാൻ പോണ സ്ഥലത്ത് എനിക്ക് ഇന്ത്യക്കാരില്ല. ചെറുത് അല്ല അതെന്റെ അവസ്ഥയും സെയിം ആണ്. അത് പൊങ്ങച്ചോന്ന് പറയൂലേ. അതെ 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 അതെ. പക്ഷെ പൊങ്ങച്ചല്ല, ഫാക്റ്റാണ്. അതിപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് നാട്ടിൽ നല്ല ചുറ്റുപാടുള്ള പിള്ളേരില്ലേ, അവര് ഇപ്പൊ ഞാൻ അവരെ കാണുമ്പോ ഞാൻ തിരിച്ചു പോണതിന് അവനെന്ത് തോന്നുന്നു വിചാരിക്കും. അവൻ വിചാരിക്കണേ ഞാൻ തിരിച്ചു പോണതിന് എനിക്കെന്ത് വിചാരിക്കുന്നത്. ഞാൻ വിളിച്ച് ഞാൻ എങ്ങനെയാണ് പോണത്, പോയാലുള്ള കുഴപ്പങ്ങൾ എന്താണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അവന്മാരെ ഉറങ്ങൂലെന്ന് എനിക്ക് വേണം കേട്ടോ. കാരണം ആ കുഴപ്പം അവർക്കും ഉണ്ടാവില്ലോ. അല്ല അത് ഇപ്പൊ ഈ മെന്ററിങ്ങിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യം എവിടെയാണെന്ന് അറിയാമോ? അല്ല പക്ഷെ അവർക്ക് വേറെ ചോയ്സ് ഇല്ല സാറേ. അതായത് അത്ര ഗതികെട്ടവന്മാരാണ് ഇവിടെ പോകുന്നത്, മറ്റേ കെയർ ഹോമിൽ പോകുന്നത്. അല്ല കെയർ ഹോം അങ്ങനെയല്ല. കെയർ ഹോം അങ്ങനെ എനിക്ക് പോണോണ്ട് കുഴപ്പമില്ല. അത് ഗതികേടിന്റെ അല്ല.
അതൊരു ശുശ്രൂഷ വേണ്ട സാധനമാണ്. ഇവന്മാര് എങ്ങനെയാ ചെയ്യും മാഷേ അത്? അതാണ് അത് എനിക്കറിയില്ല. അത് ഗതികേടല്ലേ ഒരു അല്ല, ആ ഗതികേട് അവന് ജന്മനാ കിട്ടിയതോ അവന്റെ അപ്പം കൊടുത്താണെങ്കിൽ കുഴപ്പമില്ലെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ കണ്ടു. അല്ല, അത് എന്റെ സാമ്പിൾ സ്പേസ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കോളില് പറ്റി. അല്ല ഇപ്പൊ എന്റെ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഞാനിപ്പോ ഇവിടെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു തിരുവനന്തപുരത്ത് നിന്നൊരു ഗ്യാങ്ങിനെ കണ്ട് അവരെ പറ്റിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഈ അതല്ല സാർ, എഞ്ചിനീയറിംഗ് പഠിച്ചവര് അതിലോട്ട് പോകേണ്ട സാഹചര്യമാണ് ഞാനിവിടെ പറയുന്നുണ്ട് സ്പെസിഫിക്കലി. അല്ല അതിപ്പോ ഞാൻ പറയട്ടെ, ഒന്ന് ലോൺ എടുത്തിട്ട് ലോൺ വിട്ടാൻ പറ്റാണ്ടാണോ? അങ്ങനെ ഉണ്ടെന്നാണ്. പക്ഷെ അത് അതുണ്ട്. അല്ല ഇത് മെയിൻ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇപ്പൊ ഞാൻ മറ്റേ എന്താ പറയാ, എനിക്ക് ആ പ്രോബ്ലം ഇല്ലല്ലോ, handsomely paid by the company. പക്ഷേ ആൾക്കാർ കാണുന്നത് ഇതിനെ മറ്റേ എന്താ പറയാ മിസ്ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്. ആ ജാള്യത ഉണ്ടാവില്ലേ? അല്ല അപ്പൊ അത് അയാൾക്ക് എന്ത് തോന്നുന്നുണ്ട്, നമ്മൾ കറക്റ്റ് പറഞ്ഞവര് നമ്മുടെ എക്കണോമിക് മോഡൽ എന്താ ഇതായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോ അയാൾ വിശ്വസിച്ചില്ല എന്ന് വെച്ചോ, അയാൾ വിശ്വസിച്ചല്ല, ഹി വാണ്ട്സ് നോട്ട് ടു ഗെറ്റ് കൺവിൻസ്ഡ് ആണെങ്കിൽ അയാളുടെ പ്രോബ്ലം ആവും മാറും. അത് മനസ്സിലായോ? അല്ല, ഇത് സാറിന്റെ കേസൊക്കെ എക്സെപ്ഷൻ ആണ്. അതായത് ഇവിടെ വരുന്ന പിള്ളേരില്ല, എംപ്ലോയബിൾ അല്ലാത്ത പിള്ളേര് കേസാണ് പ്രശ്നം. അതെ എനിക്ക് മനസ്സിലായെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കേസ് അറിയാം. അവര് തിരിച്ചു പോയിട്ട് അത്യാവശ്യം അധികം മസിൽ പിടിക്കാതെ തിരിച്ചു പോയി നന്നായി മെന്റൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലൈഫ് അവർക്ക് നാട്ടിൽ നയിക്കാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ബ്രിട്ടനിൽ അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലെ? മനസ്സിലായോ? ശരിക്കും സൂക്ഷിച്ചു ഒബ്സർവ് ചെയ്ത്, അതായത് ഈ നല്ല ലൈബ്രറികളുണ്ട്, അത്യാവശ്യം എനിക്കറിഞ്ഞൂടാ എൻവയോൺമെന്റിലെ ഡിഗ്രി, പക്ഷേ എനിക്ക് പൊല്യൂഷനൊന്നും അത്ര ഫീൽ ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ, പോകുന്ന സ്ഥലത്തൊക്കെ അറ്റ്ലീസ്റ്റ് ഗ്രീനറി കാണാം. എനിക്കറിയില്ല അങ്ങനെ ഒരു, ഇപ്പൊ മാഞ്ചസ്റ്റർ ഒക്കെ കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്, അവിടെ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ആ ഒരു ലെവലിൽ നോക്കുമ്പോ ഇവരിലൊക്കെ നല്ല ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ജീവിതത്തിൽ ഡിസിപ്ലിൻ പഠിച്ചിട്ടുണ്ടാവും. ആദ്യം അച്ഛനും അമ്മയുടെ വില മനസ്സിലാവൂലേ? ബാംഗ്ലൂർ സ്വന്തം ചായ വെച്ച് കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ ബോറടിക്കുമ്പോ വീക്കിന്റെ അടുത്ത ബസ് കയറി വീട്ടിൽ വരാം. ഇത് പറ്റൂല്ലോ. മിക്ക ആൾക്കാരും വീട്ടിൽ നിന്ന് മാറിയിരിക്കണേക്ക് അപ്പായിരിക്കും. ശരിക്കും അല്ല അപ്പൊ അതൊരു പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ അതിന് മെന്റൽ അക്കൗണ്ടിങ് എന്നുള്ള കാര്യമുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എന്താ പറയുക അല്ല അപ്പോ എല്ലാ ഡിസിഷൻസും ഫിനാൻഷ്യലി ഫേവറബിൾ ആയിരിക്കണം എന്നുള്ളൊരു തിയറി വരൂല്ലേ അവിടെ? അങ്ങനെ വേണമെന്നില്ലല്ലോ. തിങ്സ് ക്യാൻ ചേഞ്ച്. അപ്പൊ നമുക്കിതൊന്ന് വൈൻഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ചർച്ച കുറച്ചുകൂടി നീണ്ടുപോയെന്ന് പറയാനില്ല. അതായത് കുറെ പല വിഷയങ്ങളോട്ട് ഡയഗ്രസ് ചെയ്തു. മെന്ററിങ്ങിന്റെ ആവശ്യം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഒരു വളരെ റാൻഡംനെസ് പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റോക്കാസ്റ്റിക് വേൾഡിലാണ്. അവിടെ നമുക്ക് എന്താ പറയുക 6 തരം സർവൈവൽ ഉണ്ട്. സോഷ്യൽ, ഫിസിക്കൽ, അതാണ് ഫിസിയോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, സൈക്കോളജിക്കൽ ലെവലിൽ ഉള്ള സർവൈവൽ ഉണ്ട്. അത് എങ്ങനെ നമുക്ക് സിങ്ക്രണസിറ്റി ലൈഫിൽ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് മെന്റൽ അക്കൗണ്ടിങ് വഴിയോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോഗ്രാമിംഗ് വഴി സം കൈൻഡ് ഓഫ് ഒരു സിങ്ക്രണസ് മോഡല് എങ്ങനെ നമുക്ക് വേൾഡിന്റെ മുകളിൽ വെച്ച് ഒരു സെയിൻ ലൈഫ് നയിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഒരു ഗുരുവിന്റെ ആവശ്യം. മേ ബി ഇപ്പൊ ഇത് കുറെയൊക്കെ എൻ്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഇതിലുണ്ട്. സോ ഐ ഹാവ് മെന്റഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഓവർ എ പീരീഡ് ഓഫ് 30 years. അപ്പൊ എൻ്റെ അനുഭവം ഇതിൻ്റെ ഉള്ളിൽ പറയുകയും അതിൻ്റെ ഉള്ള ഗോച്ചാസം എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു.
പിന്നെ മെയിൻ എന്താ വെച്ചാൽ ഒരു ഇൻഫർമേഷൻ മീഡിയേഷൻ ആണ് എല്ലാവരുടെയും പണി, എസ്പെഷ്യലി ആഫ്റ്റർ ദി അറൈവൽ ഓഫ് ജനറേറ്റീവ് AI, കോപ്പൈലറ്റ്, ചാറ്റ് GPT, ലാമ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയർ ചെയ്യുക അതൊരു ഇൻഫർമേഷൻ മീഡിയേഷൻ ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി ലെവലിലുള്ള നോളജ് ഓപ്പറേഷൻ ലെവലിലും, ഓപ്പറേഷണൽ നോളജ് എഞ്ചിനീയറിംഗിലോട്ടോ, എഞ്ചിനീയറിംഗിൽ തന്നെ പല ഇന്റർപൊളേഷൻസിലോട്ട് നോളജ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഇത്. പിന്നെ ട്രെയിനിങ്, കോച്ചിങ്, മെന്ററിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ അടുത്ത ലേൺ ഫോർ റീസണിങ്, ലേൺ ഫോർ സ്കില്ല്, ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ഡൗൺ ലേണിംഗും ബോട്ടം അപ്പ് ലേണിംഗിന്റെ സിനോണിമാണെന്ന് പോലും പറയാം. പിന്നെ ആസ് എ IT പ്രൊഫഷണൽ, കൺസൾട്ടിങ്, സ്ട്രാറ്റജി, ഓപ്പറേഷൻസ്, എഞ്ചിനീയറിംഗ് ആ ഓർഡറിലാണ് വേൾഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഒരു ഇൻവേർഷൻ നടക്കാറുണ്ട്. ടെക്നോളജി ഇന്ന് ഓപ്പറേഷൻസിലോട്ടും പിന്നെ സ്ട്രാറ്റജിയിലോട്ടും പിന്നെ കൺസൾട്ടിങ്ങിലോട്ട് ഒരു ആഫ്റ്റർ തോട്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പീസ് മീൽ അപ്രോച്ച് എടുക്കുമ്പോൾ പലപ്പോഴും ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് നയിക്കണമെന്നില്ല. പിന്നെ യുജീനിയ ചെങ് അവരുടെ ജോയ് ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ന ബുക്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനെ എന്താ പറയുക, സ്പെസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ, ഏജന്റ്, ആക്ടിവിറ്റി മോഡൽ, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മെന്ററിങ്ങിന് മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് മാത്തമാറ്റിക്സ്, ലോജിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ തിങ്കിങ്, പിന്നെ കമ്പാരിറ്റീവ് ഫിലോസഫി നോളജ്, എക്കണോമിക്, ബിസിനസ് ആൻഡ് ഫൈനാൻസ് യൂസ് ആവുക. പിന്നെയാണ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടൈസിനെ കുറിച്ച്. അതിൽ വലിയ എംഫസൈസ് ഇന്നത്തെ ഇതിൽ കൊടുത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടോപ്പിക് ഇൻ ഇറ്റ് സെൽഫ് ആണ്. അറ്റ്ലീസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് മോഡൽ, ഡിസൈൻ, ആർക്കിടെക്ചർ, അറ്റ്ലീസ്റ്റ് ഈ 4 കാര്യങ്ങളിലോട്ടെങ്കിലും നല്ല ഫോക്കസ് ആൾക്കാരിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, ഗെയിം തിയറിയുടെ റെലവൻസ്, പിന്നെ എന്താ വെച്ചാൽ എങ്ങനെ ടാക്ടിക്കൽ അപ്രോച്ച് എടുക്കാം വെൻ ഇറ്റ് മാറ്റേഴ്സ് ആസ് എൻ ഓവർ റൈറ്റ്. അതൊരു പോളിസി ആയിട്ടല്ല, അത് പാഴ്സിമോണിയസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ക്രോസ് കൾച്ചറൽ എൻകൗണ്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. യു അണ്ടർസ്റ്റാൻഡ് whom you are interacting with, collect as much as information about them, collect as much as information about us as well. എന്നിട്ട് അത് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് അതിൻ്റെ ആകത്തുക. പിന്നെ വ്യക്തികൾക്ക് ഗോൾസ് മാത്രം പോരാ, പർപ്പസ് ഉണ്ടായാലേ ഇതുണ്ടാവുള്ളൂ. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് മോഡൽ തിങ്കിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോഡൽ തിങ്കിങ് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഒരു ഫ്യൂച്ചർ കുറെ മോഡൽ തിങ്കിങ്ങിനെ കുറിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്ങനെ മോഡൽ തിങ്കിങ് ഓപ്പറേഷണൽ ആക്കാന്നുള്ളതിനെ കുറിച്ച് ഇതുമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ മെന്ററിങ് പ്രിസ്ക്രിപ്റ്റീവ് ആവേണ്ട കാര്യമില്ല, മിക്കവാറും ആവേണ്ട കാര്യമില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഫോഴ്സ് ചെയ്യാറുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ത്രൂ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി എംബോഡിഡ് നോയിങ്. അപ്പോൾ ഐ തിങ്ക് വി കവേർഡ് എ ലാർജ് ഗാമറ്റ് ഓഫ് ഇഷ്യൂസ്, പെർസ്പെക്റ്റീവ്സ് and systems by carefully going through the video and then scribbling notes. We can do elaboration. If somebody has got doubts, you can actually comment below the video. Namaskaram.